5 കൊല്ലം ഈസ്റ്റ് കോസ്റ്റിലായിരുന്നു. ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട്. എന്തൊക്കെയുണ്ട് കാൾ? ഇത് സ്വീറ്റാണ്. അമ്മയെപ്പറ്റിയാണ്. അമ്മ മരിച്ചുപോയി. പട്ടിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൈമുക്കി കാണിക്കേ. മുട്ടുകുത്തി തിരിഞ്ഞിരിക്കൂ. കുനിഞ്ഞു കിടക്ക്. അങ്ങനെ തന്നെ. ആഹാ, പൈസയൊക്കെ ഉണ്ടല്ലോ, ഞാനിങ്ങ് എടുക്കുക. അതെൻ്റെ പൈസയാണ്, തിരിച്ചു തരൂ. എന്തോടത്? കടത്തിൻ്റെ പൈസയാണ്. അതെൻ്റെ പൈസയാടാ. വിഷമിക്കണ്ട, ഇതിൻ്റെ കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. വെൽക്കം ബാക്ക് ആൾ. തിരിച്ചു പോകുന്നതിൽ സന്തോഷമുണ്ടോ? ഞങ്ങളെപ്പറ്റി മറന്നിട്ടില്ലല്ലോ അല്ലേ? വണ്ടി എടുത്തോണ്ടോടാ അപ്പൻ്റെ ടാക്സി കടയാടി മോനെ. ഞാനിവിടെ എൻ്റെ അമ്മയുടെ അടക്കിന് വന്നതാണ്, നിനക്കതറിയാമല്ലോ. അതെ, എനിക്കറിയാം. കാൾ, വേറെ പരിപാടിയൊന്നുമില്ലേ? ഒന്നുമില്ല, ഞാനിപ്പോൾ ലിബർട്ടി സിറ്റിയിലാണ്. ഞാൻ പഴയ പരിപാടിയൊക്കെ നിർത്തി. ഇതെന്തോ ഇവിടെ അനങ്ങുന്നേ? ഇതൊരു തോക്കാണ് മിസ്റ്റർ പ്ലസ്കി. മുമ്പേ ഒരു പോലീസുകാരനെ വെടിവെച്ചിട്ടത്. വണ്ടി ചവിട്ടിയിടറാ നായെ. ഞാൻ പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് ലാൻഡ് ചെയ്തേ. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് നീ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത്. നിനക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ എന്തോ വേണ്ടത്? എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ തേടി വരും കാൾ. ആ ടൈം വരെ വേറെ പോലീസുകാരെ ഒന്നും ഉപദ്രവിക്കാതിരിക്കാൻ നോക്കൂ. അപ്പം പിന്നെ കാണാടാ മുതുവാഴ. ഇത് ഡള്ളാസിൻ്റെ ഏരിയ ആണ്. തീട്ടം. ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. ലോകത്തിലെ ഏറ്റവും തൊലിഞ്ഞ സ്ഥലം, ബാലാസ് കഴിവുകറികൾ ഭരിക്കുന്ന രാജ്യം. ഗ്രോസ് സ്ട്രീറ്റിന് വേണ്ടി ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കോൾ ബ്രെയിൻ നിർത്തു, അമ്മ കേൾക്കും. നിർത്ത്, അമ്മ കേൾക്കോടാ. അമ്മേ, അവന്മാരെന്തോ പ്രശ്നം ഉണ്ടാകാൻ പോവാണ്. നീ കക്കാൻ കയറിയ വീട് മാറിപ്പോടാ നായെ. ബിഗ് സ്മോക്ക്, ഇത് ഞാൻ അടങ്ങ്. സീജെ കള്ളപ്പാട്ടി, എവിടെണ്ടാ? എവിടായിരുന്നു? കള്ള നായ, എന്തൊക്കെയുണ്ട്? അമ്മയുടെ മരണം. എനിക്കറിയാം. ഒന്നും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നടാ. ഞാൻ സത്യം ചെയ്യുന്നു, അമ്മയ്ക്കിട്ട് പണിതാരാ നമ്മൾ കണ്ടുപിടിക്കും. ബുക്കിൽ പറയുന്ന പോലെ നമുക്ക് പ്ലസ്ഡു ആണ്, നമുക്ക് ശാപവും കിട്ടിയിട്ടുണ്ട്. ഏത് പറഞ്ഞ ബുക്ക്? നമ്മളെ ഒരുപാട് ജീവിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പം നമുക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് പോയി നിന്റെ ചേട്ടനെ സെമിത്തേരി പോയി കാണാം. CJ, നീ വണ്ടി എടു. അത് പൊളിക്കും. സ്മോക്ക്, കാറ് കൊള്ളാം കേട്ടോ. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവിടെ എല്ലാവരും നിന്നെ മിസ് ചെയ്യുന്നുണ്ട് CJ. അവരൊക്കെ നിന്നെ കാണുമ്പോ ഹാപ്പി ആയിരിക്കും. ഡേയ് പിള്ളേരെ, ആരാ വന്നതെന്ന് നോക്കി. ഹായ് കാ, വാണി എവിടെയായിരുന്നു? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അമ്മ മരിച്ചെന്ന്. നീ 2 മരണത്തിൽ നിന്നും ഓടിപ്പോയി, ബ്രയന്റെയും ഇപ്പൊ അമ്മയുടെ. ഇതെന്റെ അമ്മ കൂടാണ്. കഴിഞ്ഞ 5 കൊല്ലത്തേന് നീ അന്വേഷിച്ചോടാ പട്ടി. പാരി, ഞാൻ സീസറിനെ കാണാൻ പോകുന്നു. ഇറങ്ങിപ്പോവണല്ലേ. ഞങ്ങളിവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് സീസറിനെ ഇഷ്ടാണ്. അവന്മാര് വെറും ചെറ്റകളാണ്. കാ, മൈ വാനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കൂ. നീ ഒരു കിണ്ടിയും പറയണ്ട. എന്തേലും ഉണ്ടായ അവനെ തട്ടും. നീ ഇതിലെന്തിനാ അടക്കണാപ്പയുടെ അവിടുന്ന്? വീണ്ടും പഴയതുപോലെ തന്നെ. എല്ലാം കുഴപ്പിച്ച് കിടക്കുക. എന്തു മനസ്സിലായി? നമ്മുടെ അമ്മ മരിച്ചതിന് ശേഷം എല്ലാം ഭയങ്കര പ്രശ്നത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
ടോണിയെ അവന്മാര് കൊന്നു കളഞ്ഞു. ലിറ്റിൽ ഡെവിളിന്റെ അവിടെ കുടിച്ചു പോയി. മറ്റവനെ അവിടെ നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാരെയും തീർത്തോണ്ടിരിക്കുക. ബല്ലാസ് തന്നില്ലാത്തവന്മാര് വന്നു കുനി. പട്ടി നായ്ക്കൾ എന്റെ കാറ് പൊട്ടിച്ചു. പെട്ടെന്ന് ആ വീട്ടിൽ പോവാം, ഇല്ലെങ്കിൽ സീനാവും. ഹേയ് മാൻ, നീ എന്താ ഇവിടെ? ഞാനെന്റെ ചങ്കിനെ കാണാൻ വന്നു. ആ അറിയാ, നിന്നെ കണ്ടതിന് സന്തോഷം. എന്തുവാടെ ഇത്രയും കാലമായിട്ട് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണോ? ഓ തായിര്, എന്തുവാടെ നിനക്ക് എന്താ പറ്റിയത്? അന്നോറാ എന്താ ഇപ്പോഴത്തെ പരിപാടി? ഒരു തുലിഞ്ഞ പിസ്സ ഹോട്ടലുണ്ട്, അവരുമായിട്ട് കുറച്ച് സീനുണ്ട്. സ്ഥലം കൊള്ളാം, പക്ഷെ അതിൻ്റെ ഓണർ വേറൊരു നാറിയ. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഞാനും കൂടെ കൂടട്ടെ? വാ, പോയവൻ്റെ കൊതം പൊളിക്കാം. അളിയാ, വണ്ടി എടു. ഈസ്റ്റ് കോസ്റ്റിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നെ കൂടെ കാണിക്ക്. പൈസ എടുക്കണം നായേ. ഓ റൈഡർ, നീ വീണ്ടും? ഞാൻ റൈഡറല്ല. നിന്നെക്കാട്ടി കൂടുതൽ നീ ഏരിയയിലില്ല. തന്തയെ ഓർത്തിട്ട് വിഷമം തോന്നും. ഓ ഇവിടെ സീനാടാ, നമുക്കിവിടെ മുങ്ങാം. ഇതൊക്കൊരു മാറ്റം ഇല്ലല്ലോ തേങ്ങാത്തലയാ. ഇവിടെ പിസയാണോ അതോ ഗുണ്ടായിസാണോ? ഇവിടെ നിറങ്ങ്. CJ, നീ എന്തായാലും ഇനിയും പോയി സ്വീറ്റിനെ കാണും. അവനെന്തോ ഗ്രാഫിറ്റിയുടെ വിഷയത്തെ പറ്റി പറയുന്ന കേട്ടായിരുന്നു. ഇതാരാണെന്ന് നോക്കിയേ, തിരിച്ച് ഗ്യാങ്ങിൽ പുല്ലുപോലെ കയറാൻ. എന്തോ ബ്രോ ഇത്? CJ, നീ പറയുന്നതിനൊന്നും ഇവിടെ തൈര് വില പോലും ഇല്ല. ഈ ഊക്കൊന്ന് നിർത്താൻ പറ്റുമോ? കുറച്ച് പണിയുണ്ട്. CJ, നീ തിരിച്ചു വന്ന കാര്യം ഇവിടെ എല്ലാവരും അറിയേണ്ടതുണ്ട്. ജോൺസൺ ബ്രദേഴ്സ് ഒക്കെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഈ പെയിന്റ് കൊണ്ട് അമ്മാരുടെ മതിലെല്ലാം പോയി ഗ്രോവ് സ്ട്രീറ്റിന്റെ ലോഗോ അടിച്ചിട്ട് വാ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പണി. ചെയ്തിട്ട് വാ. Back to the hood, CJ. എന്റെ പൈസയുടെ ഇച്ചിരി ഷോർട്ട് ഉണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലീസ് വന്നെല്ലാം കൊണ്ടുപോയി. $200 പോയൊരു ബിയർ അടി. എന്നിട്ട് ആവശ്യമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി. എന്താണ് നിന്റെ പ്രശ്നം? എടാ, നമ്മുടെ കോളനിയെ പറ്റി ഒരുത്തനും ഒരു തൈര് വിറ്റ്. ഇവിടെ മുഴുവൻ സ്റ്റഫും വിറ്റ് പിള്ളേരെ മുഴുവൻ അവരുടെ കൺട്രോളാക്കിയിരിക്കുക. ഓ CJ, എന്താണ് പ്രത്യേകിച്ച്? ഇപ്പൊ എല്ലാവർക്കും വലിക്കുകയും വേണം, പൈസ ഉണ്ടാക്കണം, അല്ലാണ്ട് വേറൊന്നും ഇല്ല. ഈ ചെറ്റകളൊക്കെ ബിസിനസ്മാനാവാൻ നോക്കുകയാണ്. അതെ, പക്ഷെ അവരും നമ്മളോട്ട് ഒരു സീനൊന്നും ഇല്ല. ആകെ അവരുടെ വീക്ക്നെസ് പൈസയാണ്. CJ, ആ ബള്ളാസ്തണ്ടികളെ പോയി അടി, എന്നിട്ട് നമ്മുടെ പവർ കാണിച്ചുകൂടാ. ഓ, ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂട്ടണം ആദ്യം. ഓക്കെ, നീയും റൈഡറോട് പോയി എന്താന്ന് വെച്ചാൽ ചെയ്യ്. റൈഡർ, നമുക്ക് കുറച്ച് ആൾക്കാർ വേണം. നമ്മുടെ ഡീകാപ്പ് ഇപ്പൊ എവിടാ? അവന്റെ സ്ഥലം എനിക്കറിയാം. വാ വാ. No wonder the families ain't up on it. CJ, ഇവിടുന്ന് ഇറങ്ങിപ്പോടാ നായെ. ബിഗ് ബിയർ. ഹലോ ബിഗ് ബിയർ, നീയാണോ? ഇവനെന്താ ഇങ്ങനെ? ഇവന് വട്ടായോ? ബിഗ് ബിയർ ഇപ്പൊ വലിച്ചു അവനിപ്പോ എങ്ങനെയെങ്കിലും അടുത്ത സാധനം കിട്ടണോ എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ. അല്ലേ ബിയറെ? യെസ് സാർ. ആ യെസ് സാർ. തൊലി പോയി കക്കൂസ് കഴിയടാകുന്നാളെ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ബിഗ് ബിയറിന്റെ അവസ്ഥ ഉണ്ടോ? അവനെ ഒരു കക്കൂസ് കഴിയുന്ന അടിമയാക്കി വെച്ചിരിക്കുക. അവന് രക്ഷയില്ല. നമ്മുടെ ആൾക്കാർക്ക് മുഴുവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് അവന്മാർ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. Let's go, bitch. ഇവനെ എനിക്കറിയാം. ഐഡിലൂട്ടിലെ ബാലൻസിന്റെ ആളാണ്. ഇവന്മാരുടെ സങ്കേതം എവിടാന്ന് എനിക്കറിയാം. അവിടെ പോയി എല്ലാത്തിനും തീർക്കാം. Down. Ninja these motherfuckers. Who this fool, man? കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോട്ടെ. പിന്നെ കാണാം CJ. റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ധൈര്യ. പൈസ പോലെ. എന്താടാ പട്ടി പറയുന്നേ? എന്റെ റെസ്പെക്ട് ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് കലിപ്പ വരുന്നത്. വിശക്കുന്നേ. ഓ തൈര് എന്താ ഇവിടെ? മാൻ തീട്ട ഒന്ന് ബ്രെഡ് തിന്ന് മടുത്ത് എന്തേലും വെറൈറ്റിക്ക് ഞണ്ണാം. കാൾ, നീ വളരെ ക്ഷീണിച്ചു പോയല്ലോ.
എനിക്ക് വിശന്നിട്ട് വയ്യ. വാ, പോയി 2 ടാക്കോസ് കഴിക്കാം. ടാക്കോസോ അത് വേണ്ട, ചിക്കൻ മതി. ഇനി ഡിസ്കഷൻ വേണ്ട, ഫിക്സ്. ഓക്കെ, എനിക്ക് 5 പൊറോട്ട, 3 മന്തി, 2 കുറ്റി പുട്ട്, 5 പുഴുങ്ങിയ മുട്ട, 2 ബർഗർ, 1 മഞ്ഞലൈസും 1 മിറിണ്ടയും. കോമാളികൾ വന്നു. വരുന്ന ഒരു ബിയർ അടിക്കാം. വേണ്ട, കുറച്ച് പരിപാടിയുണ്ട്. എന്നോട് നീ ഞാൻ പറയുന്ന ഒരു കിണ്ടിയും കേൾക്കുന്നില്ല. നീ എന്റെ തന്താകല്ലേ സ്വീറ്റ്. കണ്ട വാണങ്ങളെ കാണാൻ പോലൊന്നും ഞാൻ സമ്മതിക്കില്ല. ഒരു പടുപ്പാഴ് ഗുണ്ടയാണോ എന്ന് ഉപദേശിക്കുന്നേ? ആൾക്കാരെ കൊല്ലുന്നത് ഓക്കെയാണ്, പക്ഷെ ഒരു ബോയ് ഫ്രണ്ട് പറ്റില്ല. ചില കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പിള്ളേരുണ്ടായാലും എന്ത് പേരിടും? അവന്റെ ജാതി ഏതാണ്? അവന്റെ പേര് ഹെർണാണ്ടീസ് എന്നല്ല. ഇതെന്തോ അവന്റെ ജാതി? ആദ്യ പറയരുത്. നമ്മുടെ അമ്മ നമ്മളെ അങ്ങനെയല്ല വളർത്തിയത്. ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നീ ഭയങ്കര തറ ലുക്കിലാണ് നടക്കുന്നത്. നീ പിന്നെ എക്സിക്യൂട്ടീവ് ലുക്ക് ആണല്ലോ. എന്താണ് ഇവിടെ പ്രശ്നം? കോൾ നീ ഇതിൽ ഇടപെണ്ടടാ. ഞാനാണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർ ഏതേലും പ്രാന്തനെ കെട്ടാണോ? ഒന്നും പറയണ്ട കാൾ. നീ ഇവളെ ഫോളോ ചെയ്യില്ലെങ്കിൽ അടുത്ത ഇവളെ നമുക്ക് നഷ്ടപ്പെടും. അണ്ണാ, നീ കാറിൽ പൊളിയാണ്. സ്വീറ്റ് നിന്നെ ശ്രദ്ധിക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു. ആരെ ഡേറ്റ് ചെയ്താലും പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കായിരിക്കും. യോ മാൻ, നീ പൊളിച്ചു കേട്ടോ. അതിന്റെ തീട്ടം പിടിച്ച കൈയെടുത്ത് മാറ്റാ. കോൾ പ്രശ്നം ഉണ്ടാക്കല്ലേ? ഹേയ് മാൻ, ഇതെന്റെ കൊച്ചാണ്. ഇവളിപ്പോൾ എൻ്റെ കൂടാണ്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇതേതായി ഉണ്ടത്തലേൻ? ആരുടെ ഇവനൊക്കെ ഇങ്ങോട്ട് കടത്തി വിട്ടെ? ഉണ്ടത്തലേൻ എന്റെ ചേട്ടനാണ്. മക്കളെ, സീനില്ല, നമുക്ക് സംസാരിച്ച് ഡീൽ ചെയ്തൊക്കെ. ഇവൻ വലിയ സംഭവമാണെന്നുള്ള ഈ മണ്ടൻ്റെ വിചാരം. ഇവൻ വെറും മുണ്ടത്തലേനാന്ന് കണ്ടാലേ അറിയാം. നീ കാറിൽ പോയിരിക്കൂ, ഞാൻ കാളിനോട് സംസാരിക്കട്ടെ. അളിയാ, എനിക്ക് നിൻ്റെ സിസ്റ്ററിനെ ഇഷ്ടമാണ്. ഇത് ഫിക്സഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവന്മാരെ പിടിച്ചു മാറ്റിയത്. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാ വേണ്ട, നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കണമെന്ന് ആവശ്യമില്ല. കെൻഡൽ എൻ്റെ കൂടെ വളരെ ഹാപ്പിയാണ്. ഓക്കെ, തൽക്കാലത്തേനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. സീസർ വാൽപ്പുണ്ടോ? എൻ്റെ പേര് കാൾ ജോൺസൺ. അളിയാ, നല്ല വണ്ടിയാണല്ലോ. നമ്മളെ കൂടെ ഒന്ന് കയറ്റി, നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ. ജെഫ്രി എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഇപ്പം ജയിലിലാണെന്ന് തോന്നുന്നു. ഹേയ് സി ജെ. ഹലോ സി ജെ, എന്തൊക്കെയുണ്ട്? യോ മാൻ, ജയിലിലോട്ട് പോകണോ? എന്തോന്ന്? ഒന്നുമില്ല. ജെഫ്രി ഓർമ്മയില്ലേ? അവനെ പൊക്കണം. പിന്നെ ജെഫ്രി അറിയാമല്ലോ, അവനെന്താ വിഷയം? പിന്നെ പറയാം. ജെഫ്രി, എന്താണ് നിന്റെ വിഷയം? യോ മാൻ, ജെഫ്രി അല്ല, OG ലോക്ക്. ഓക്കെ. എങ്ങനെയുണ്ട് OG ലോക്ക്? ഒരുമാതിരി കുണച്ച രീതി സംസാരിക്കില്ല. അടങ്ങടങ്ങ്. ഇപ്പം എന്നാ ചെയ്യണം? ഒരു തന്തയില്ലാത്തവനെ കൊല്ലണം. അവനെന്നെ ഊക്കിക്കൊണ്ടിരിക്കുക. ജെഫ്രി, നീ കോളേജിൽ പോകണമെന്നാണ് ഞാൻ കേട്ടത്. ഓടാ പട്ടികളെ. അവൻ എൻ്റെ ട്യൂൺ കോപ്പി അടിച്ചൊരു പാട്ടിൻ്റെ. ഇത് മറ്റേ വേഗാസ് ഫുഡല്ലേ? എനിക്കതൊരു വിഷയമല്ല. ഞാൻ ഗ്യാങ്സ്റ്ററാണ്, ഗ്യാങ്സ്റ്റർ. CJ ഇറങ്ങി വാ, അവന് വേണ്ടി ഡീൽ ചെയ്യാം. ഇറങ്ങി വേണം പട്ടി. 750 ആണുങ്ങളുടെ ട്യൂൺ കോപ്പി അടിക്കുന്നതാ. കുണ്ടിമുഖൻ കാളെ, നിന്നെ ഞങ്ങൾ കണ്ടോളാം. ഉമ്മാരൊക്കെ ആരെ ഇവിടെ വിളിച്ചു കയറ്റിയത്? ഉമ്മാരെ കൊണ്ട് ഒടുക്കത്തെ ശല്യമാണ്. കയറി ഇറങ്ങിക്കോളുക. പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നമ്മുടെ കോളനിയാണ് വലുത്. എന്തായാലും ഓട്ടെ. ഗ്യാങ് ആണ് എല്ലാത്തിനും വലുത്. നിന്നോടത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നീ റെപ്രസെന്റ് ചെയ്യണം ഇനി ഗ്രോ സ്ട്രീറ്റ്. എൻ്റെ കസിൻ മെക്സിക്കോയിൽ നിന്ന് വരുന്നുണ്ട്.
പോയി പിക്ക് ചെയ്യണം. വാ വാ. അണ്ണന്മാരെ കൂളുണ്ടോ കയ്യില്? കൂള് എന്താ കയ്യില്? കൂളുണ്ടെങ്കിൽ കുറച്ചെങ്കി തന്നേ. സ്മോക്ക് പോയി അമ്മാരുടെ തലയടിച്ചു കൂട്ടിക്ക്. പട്ടികളെ കൂളുണ്ടോന്ന് ചോദിച്ചപ്പം നിക്കണവിടെ. ഹേയ് കാൾ, ബിസിയാണോ? എന്നെ പറ്റിയെല്ലാം നിനക്കൊക്കെ അറിയാമല്ലോ ഓഫീസർ. എല്ലാം അറിയാം കാൾ, നിന്നെ പറ്റിയുള്ള എല്ലാം എനിക്കറിയാം. കൈ എടുക്കടാ പന്നി. കാൾ, നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് രണ്ടുണ്ടേ. തന്തയില്ലാത്തവര്. എന്തുവാടെ ഇവിടെ? നീ പറ. ഈ പരനാറികൾ എല്ലായിടത്തും കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക. അപ്പിയിടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നീ തന്നെ വിളിച്ചേ. നമുക്കൊരിടം വരെ ഒന്ന് പോകണം. ഒരു ഡീല് നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ റെഡി. വണ്ടികൾ. സ്മോക്ക്, എക്സാക്ട്ലി എന്തുകൂടെ നടക്കുന്നത്? ഇവിടെ ഒരു ഡീല് നടക്കുകയാണ്. അത് കുളവാക്കാനാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ എങ്ങനെ നടക്കാൻ സാധ്യതയില്ലാത്തതാണല്ലോ. ഇതാവന്മാര് തന്തയില്ലാത്തമാര് നമ്മൾ വരുന്ന കാര്യം അറിഞ്ഞു കേട്ടോ. വണ്ടികൾ അവന്മാരെ തീർക്കണം. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോ? ഞാൻ എന്താ എങ്ങനെയാണോ ചോദിച്ചേ? അല്ല, എപ്പോഴും ഇവിടെ ഈ മരുന്നിൻ്റെ വിഷയമാണോ ഉള്ളത്? ഇങ്ങനെ സീനാണോ? എനിക്കറിയാത്തതുകൊണ്ടല്ല എന്നോട് ചോദിക്കുന്നത്. ഇതൊന്നും ബുദ്ധിയുള്ളവരോട് ചോദിക്കല്ലേ, മണ്ടന്മാരോട് ചോദിക്കാറുണ്ട്. അതല്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഹേയ് CJ മോനെ, എന്തൊക്കെയുണ്ട്? എന്താ ഇവിടെ? സ്മോക്ക്, എന്തൊക്കെയാണ് കിടക്കുന്നത്? അടിച്ചു പൊളിക്കുക. റൈഡിന് വരുന്നോ? നീ വണ്ടി ഓടിക്കേ. നമ്മൾ ഡൗൺ ടൗണിലോട്ട് പോകുന്നു. കാൾ, നോക്കൂ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ചോദിക്കുവാണ്, നീ ഇതിലുണ്ടോ? സ്മോക്ക്, നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറയുന്നത് മാൻ. ഗ്രോവ് സ്ട്രീറ്റ്. Big Smoke, you make big mistake. What? CJ, I think they dead. Bus control is a dead end, man. The hell with you, dog? Get us up that ramp, Smoke. Ride, mother. I'm here. ഇവിടെ I'll see you ഡേഞ്ചറാ. later, homie. പിന്നെ കാണാൻ. Much love, baby. തൊലി മാങ്ങാത്തൊലി. നീ എന്താ കാണിക്കുന്ന? പറമ്പ് കുഴിക്കുന്ന പോണ്ടാരെവിടെ കൊണ്ട് കുഴിച്ചിട്ട്? എന്ത് കുഴിച്ചിട്ടാരും പറയുന്നേ? മാൻ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനം വേണം. എന്തിനെ പറ്റിയാ പറയുന്ന? ഇവിടെ ഒരു പട്ടാളത്തിനുണ്ടായിരുന്നേക്കാണ്. അവൻ തച്ചുളിയുണ്ട്. അവൻ്റെ കിടിലും തോക്കുകളുണ്ട്. എമറ്റു മണ്ടൻ്റെ നിന്നുള്ള തോക്കുകൾ തുരുമ്പിച്ച് മേടിച്ച് മടുത്ത്. ഞാൻ റെഡി. പോയെടുക്കാം. ഇറങ്ങിയോടാ കിളവാ. അങ്ങനെ അത് കഴിഞ്ഞ് CJ ഇതുപോലത്തെ CJ, ഞാൻ എന്തുകൊണ്ടാണ് ഹൈസ്കൂൾ കംപ്ലീറ്റ് ചെയ്യാനെന്നറിയാം? ഈ കൂളടിച്ച് കിടക്കുമായിരുന്നു. അതൊന്നുമല്ല. നീ ആ കണക്ക് മാഷിൻ്റെ ഉണ്ടാക്കി ഒഴിച്ചോണ്ടല്ലേ? അതുമല്ല. ഞാൻ ഇതിനൊക്കെ കുറച്ച് ബുദ്ധി കൂടിയ ഐറ്റമാണ്. ഞാൻ സീനാടേ, വിഷയമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള ആരുടെ ഇല്ലാന്നറിയാം? ഇവിടെ ഇപ്പം തോക്കുള്ള ആരുടെയില്ല, എനിക്കറിയത്തില്ല. എടാ, ആർമിയിലുണ്ട് തോക്കിൻ്റെ കളക്ഷനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. യാ ഒരു പുകയെടുക്ക്. ഓടാ പട്ടി, വായി ക്യാൻസർ വരും. Hey, stop where you are. Mission for sure. Now open the warehouse and keep these motherfuckers.
ഓ തൈര് സംഭവം എന്നാ വിഷയമായിരുന്നു. CJ നിന്റെ ഹെൽപ്പ് ഇനിയും ഞങ്ങൾക്ക് വേണം. ശരി, കാണാം. ഓടാ പട്ടികളെ, ടെക്നീഷ്യൻ തൊലി, ഈയൊക്കെ എന്നാ കിണ്ടി കേട്ടാലും എനിക്ക് വിഷയമല്ലടാ പട്ടികളെ. എവിടെ എന്തോ വിഷയം എന്തുവാ? ടെക്നീഷ്യൻ അല്ലെന്ന് ഞാൻ. അത് ഞാൻ കേട്ടായിരുന്നു. നീ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഒരു കിടിലം പാർട്ടി ഒരുക്കണം എനിക്ക്. മിക്കവാറും ഇതെന്റെ അവസാനത്തെ പാർട്ടി ആയിരിക്കും. ഓക്കെ, പ്ലാൻ പറ. ഗ്രോവ് സ്ട്രീറ്റിലോട്ട് തിരിച്ചു പോകണം. പഴയ വൈബ് തിരിച്ചു പിടിക്കണം. നീ എന്തുവാ ചെയ്യണ്ടേ? നീ പാർട്ടിക്ക് റെഡിയാവോ? പാർട്ടി സിറ്റി കുറെ ചിക്സിനെയൊക്കെ ഒപ്പിക്ക്. അപ്പൊ പാർട്ടിക്ക് കാണാൻ പറ്റാ. പാർട്ടി തുടങ്ങി, നീ അവിടെ പോയി കിടക്കുക. എനിക്കറിയില്ല, എനിക്ക് രാത്രി കുറച്ച് പ്ലാനുണ്ട്. കുറച്ച് പണി കിട്ടി, മൈക്ക് പൊട്ടിപ്പോയി, പാർട്ടി നടത്താൻ പറ്റുന്നില്ല. ഓക്കെ, ഞാനങ്ങോട്ട് വരുവാ, സെറ്റ് ചെയ്യാം. ഓജിയിലോക്കാടാ പട്ടികളെ വീട്ടില് പാർട്ടി നടത്തുന്നത്. യഥാർത്ഥ ഗ്യാങ്സ്റ്റേഴ്സ്. എനിക്കുള്ള ഗ്യാങ്സ്റ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ ദാണ്ട എന്റെ മകൻ CJ. എന്തൊക്കെയുണ്ടളിയാ മൈക്ക് പൊട്ടിയെന്ന് പറഞ്ഞിട്ട്. ഏയ് റൈഡർ, നീ ഉണ്ട് ഇവിടെ. യോ എല്ലാരും തിരിച്ചു വന്നു. ഇത് ഗ്രോവ് സ്ട്രീറ്റിന്റെ വിജയം. തൈര് തലവേദന എടുക്കുന്നു. ഇവിടെ മുഴുവൻ ഞാൻ ഭരിക്കടാ പട്ടികളെ. പണ്ടാരം വായ്ത്തൂന്നൊക്കെ എഴുതി വെച്ചിട്ട് അലറിയിട്ട് റാപ്പാന്ന് കോമാളി. ഹേയ് കോമാളികളെ, എന്തൊക്കെയുണ്ട്? സ്വീറ്റ്, നീ ഇവിടെ വന്ന? അതെ, എന്താടാ എനിക്കിവിടെ വന്നൂടെ? ഇനി അത് പറഞ്ഞടി ഉണ്ടാക്കും. ഡേ ആ ബലാസ് നന്ദയില്ലാത്തവന്മാര് വരുന്നുണ്ടേ. ഇങ്ങോട്ടാ കോമാളികളെല്ലാം കൂടെ കെട്ടിയെടുത്ത് വരുന്നുണ്ട്. ടൂൾസ് എടുത്ത് റെഡി ചെയ്തെന്നോ? ഞാൻ പോയി കുറെ പിള്ളേരെ കൂടെ ഒപ്പിച്ചിട്ട് വരാം. തൈര് കുണ്ടിമുഖ എവിടെ? നിനക്കിങ്ങോട്ടൊക്കെ ഇറങ്ങാൻ ടൈമുണ്ടല്ലേ? ഞാൻ ബിസി ആയിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ വർണ്ണത്തിനാണ് ഇവിടെ വന്നത്. ഓരോ ഒഴിവ് കാരണങ്ങൾ പറയുന്ന പോലുണ്ടല്ലോ. ഓഫീസർ പുളസ്കി പറയുന്നത് നീ ഞങ്ങൾക്ക് ഇട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തേലും ആട്ടെ, തര സ്ട്രൈറ്റ് ഇനി കാര്യത്തിലേക്ക് വരാം. നീ ഞങ്ങളോട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്കിട്ട് പണിയാൻ പറ്റും. ഇതിൽ നിന്ന് ഒരു രക്ഷ നിനക്കില്ല, മനസ്സിലായോ? ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വർക്ക് ചെയ്താൽ നിന്നെ ഞങ്ങൾ വെറുതെ ടൗണിൽ ഒരുത്തനുണ്ട്, അഡ്രസ്സ് അയച്ചു തരാം. നിങ്ങളെപ്പോലെ തന്നെ കോപ്സിനെ തീർക്കാൻ നടക്കുന്ന ഒരു പുതുശല്യം. വെറും പരമചറ്റ. പോലീസുകാർക്ക് നല്ലവേനയാവൻ. പെട്ടെന്ന് വേനെ തീർക്ക്. രക്ഷിക്കണേ, വീടിന് തീ പിടിച്ചേ. ബിൽഡിംഗ് ഇപ്പം പൊളിഞ്ഞു. ഇവിടെ ഇറങ്ങണം. നീ അവിടെ താമസിക്കുന്നത്? നീ എന്താ ഇവിടെ വേഗാസ് ഹുഡിൽ? ഞാൻ ഗ്രോവ് സ്ട്രീറ്റിലാണ്. ഒരു പണി കിട്ടിയതാ. നീയല്ലേ CJ? നീയും നിന്റെ ചേട്ടനും ഫേമസ് ആണ്. ശരി CJ, നമുക്ക് കറങ്ങാൻ പോകാം. ഇറങ്ങോ? അങ്ങോട്ട് മാറിക്കണ കോമാളി. എങ്ങോട്ടാണ് കയറി വരുന്നേ? നിക്കണവിടെ. ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേ, ഇവനെതിരെ ഓടിപ്പോകുന്നത്? തേങ്ങാത്തൊലി. ഗ്യാങ് വയലൻസിനൊരു അവസാനം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ഓഫീസറാണ് ഞാൻ. ഇപ്പോൾ ഞാനൊരു ഡിഫിക്കൽട്ട് പൊസിഷനിലാണ്. ശരി ഞങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങൾ ഗ്രോവ് സ്ട്രീറ്റ് പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അമ്പളാ, അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. നീയൊക്കെ എൻ്റെ ജോലി അങ്ങ് തീർത്ത് തന്നാൽ മതി. തീർക്കാൻ പറയുന്നവന്മാരെ തീർക്കുക. നിങ്ങളുടെ ശത്രുക്കൾ ബാലാസ്, അവന്മാരിപ്പം കൂടുതൽ സ്ട്രോങ് ആണ്. വലിയ കണക്ഷൻസ് ഉണ്ടാക്കുന്നു, ഡീലുകൾ നടത്തുന്നു. അമേരിക്കയിൽ നിന്ന് ചീപ്പായിട്ടുള്ള ആയുധങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കഥാപ്രസംഗം നടത്താതെ കാര്യത്തിലേക്ക് കിടക്കും. ഡോക്ക് ലാൻഡ്സിലുള്ള വെയർഹൗസിൽ ഒരു ഡീല് നടക്കുന്നുണ്ട്, പോയി അത് കുളവാക്കുക. നിന്റെ തൊലിഞ്ഞ വണ്ടി ഇങ്ങി താടാ കോമാളി, ഇറങ്ങിപ്പോടാ.
asshole. Right there. Hey, lady, what's up, girl? ഹായ് കാൾ, എന്തൊക്കെയുണ്ട്? ഇത് ശ്രദ്ധിച്ചേക്ക്, ഓഫീസർ ടെൻപെനി ഇപ്പൊ വന്നേ. നീയും സ്മോക്കും കൂടെ പോയി തട്ടിയ ഒരു ബള്ളാസുരത്തിന്റെ ശവോടക്കായിരുന്നു. അവന്മാരുടെ വമ്പന്മാരെല്ലാം ഇന്ന് അവിടെ കാണും. ശവോടക്കല്ലേ? അതെ, എല്ലാത്തിനും ഒരുമിച്ച് തീർക്കാൻ പറ്റിയ അവസരം ഇത്. എന്നാലും ഇതൊരു ശവോടക്കല്ലേ, ഇന്ന് വേണോ? നമ്മുടെ മമ്മ അവന്മാര് തീർത്തത് എങ്ങനെയാ? നീ അതൊക്കെ മറന്നുപോയോ? ഇങ്ങനെ അവസരം ഇനിയും കിട്ടത്തില്ല. അവന്മാര് വെറും ചെറ്റകളാവാ. ഗ്രോവ് സ്ട്രീറ്റിനെ തിരിച്ച് മാപ്പി കൊണ്ടുവരണം. Me? Man, get him off me. I'll handle this. Tell everybody in, let's roll. എല്ലാരും വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ. നമ്മൾ ആരും ഇന്ന് തമ്മിൽ കണ്ടിട്ടില്ല. ഓക്കെ? The call. കൊള്ളാം. കിടു കിടു. ആ സീജെ, കാലം കേറി വന്ന് മൂട് പോയി. അത് ഓഫി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മുടെ സ്ട്രീറ്റ് ഇപ്പൊ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലീസിനെ എല്ലാം നമ്മുടെ ഒരുമിച്ച് കൂട്ടണം. വളാസ് നമ്മുടെ തലേ കയറി നിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര കാലം. നമ്മളാണ് തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്നത്. ജെഫേഴ്സൺ മോട്ടലില് ഇന്ന് എല്ലാ ഫാമിലീസും യോഗം കൂടുന്നുണ്ട്. നമ്മൾ ഇന്ന് നേരിട്ട് എന്നിട്ട് ഇത് ഒഫീഷ്യലാക്കുന്നു. നമ്മുടെ സ്ട്രീറ്റിൽ ഇനി ഒരു കാട്ടവരാതും നടക്കത്തില്ല. ഞാനാണ് ഇതിന്റെ റെപ്രസെന്റേറ്റീവ്. അതെ, അങ്ങനെ തന്നെ വേണം. സീറ്റിന് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. വാ. റൈഡറും സ്മോക്കും ഇവിടെ നിൽക്കുക. ഞങ്ങൾക്ക് ബാക്കപ്പ് വേണം. വിഷയമാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി വരാം. ഓക്കെ, ഞാൻ സീജയോടെ പോവാണ്. ഹാ, തീട്ടം. കാൾ തിരിച്ചു കേറ്. ഇവിടെ നിന്നാ സീനാണ്. ഞാൻ സ്വീറ്റിനെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോത്തില്ല. കാൾ സ്വന്തം കാര്യം നോക്കൂ. ഓക്കെ, ഇനി എന്തുവാ? സ്മോക്കൺ റൈഡറുമാണ് വരുന്നത്. കേറകത്ത് ചവിട്ടി വിടറ പട്ടികളെ. പണ്ടാരം വല്ലാത്ത കഴപ്പായിരുന്നു. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. മതിയെ, എനിക്ക് മതിയെ. ഇവിടുന്ന് എസ്കേപ്പ് ആവാം. വാ, എല്ലാരും സ്പ്ലിറ്റാ. ഒരുമിച്ച് കിടക്കണ്ട. നമുക്ക് പിന്നെ കാണാം. ഇതാണ് നമ്മുടെ ടൈം. ബളാസിന് ശരിക്കുള്ള കളി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ഗ്രോവ് സ്ട്രീറ്റ് ആണ് രാജാവ്. പറയടാ, ഗ്രോവ് സ്ട്രീറ്റ് രാജാവ്. സീജെ എവിടെയായിരുന്നു? സോറി, കുറച്ച് ലാഗ് അടിച്ച്. എനിക്കറിയാം നീ ബാലാസിന്റെ കുണ്ടി വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നെന്ന്. എല്ലാരും നോക്കുക, സീജെ അറിയാമല്ലോ അല്ലേ? ഗ്രോവ് സ്ട്രീറ്റിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്. എന്റെ സ്വന്തം ബ്രദർ, എന്റെ പിന്നിലെ ശക്തി. ഒരു കാലത്ത് എനിക്ക് ഇവനിൽ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ നീ ഗ്രോവ് സ്ട്രീറ്റിന്റെ നെടുന്തൂടാണ്. പക്ഷെ ഇവിടം കൊണ്ടൊന്നും നമ്മൾ നിർത്തത്തില്ല. എല്ലാവരും ഡൗൺ ടൗണിൽ വെച്ച് എന്നെ മീറ്റ് ചെയ്യണം. ബാക്കി വരുന്ന ബള്ളാസിനെ കൂടെ നമ്മൾ തീർക്കും. വാ, എല്ലാവരും ഇറങ്ങ്. സീജെ നീ ഉണ്ടോ? പിന്നെ ഞാനില്ലാതെ. ഹലോ സീജെ, ഇത് സീസറാണ്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. സീസർ, ഞാനിപ്പം ബിസിയാണ്. ഇപ്പം തന്നെ ഇതിനെ കാണണം. ഇത് വളരെ അത്യാവശ്യമാണ്. കെൻഡലിനെ പറ്റിയാണെങ്കിൽ നീ സംസാരിക്കണ്ട. സീജെ, എനിക്കിതിപ്പോൾ പറയാൻ പറ്റത്തില്ല. നീ പെട്ടെന്ന് ഇവിടെ വരണം. ഓക്കെ, ഞാൻ വരാം. അത്യാവശ്യമുള്ള കാര്യമായിരിക്കണം, ഇല്ലെങ്കിൽ നീ എന്തോത്തിനാ ഇത്രയും ധൃതി വെച്ച് എൻ്റെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിച്ചത്? താങ്ങോട്ട് നോക്ക്. ഇതാ ബാലാസ് തിണ്ടികളില്ലേ, അതിനിപ്പോൾ തന്നെ ശ്രദ്ധിച്ച് നോക്കളിയാ. ഇതെന്ത് തൈര്? സ്മോക്ക് കാട്ടുകഴിവ് കയറി. ഇവനെന്താ ഇവിടെ? ആ വണ്ടി നോക്കിയേ, പച്ചോളി. അത് ഗ്രീൻ സാബർ അല്ലേ?
ഉമ്മാരെല്ലാം കൂടെ നമുക്കിട്ട് പണിയായിരുന്നേ. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സീസർ, നീ കറക്റ്റ് കാര്യമാണ് ചെയ്തത്. എനിക്കെന്നോട് നന്ദിയുണ്ട്. ഞാൻ പോയി സ്വീറ്റിനോട് പറയട്ടെ. ഒട്ടാം സ്വീറ്റിനിപ്പോൾ പണി കിട്ടും. സ്വീറ്റ് ഇതൊന്നും അറിയാതെ അമ്മാറെ കെണിയിലോട്ട് പോയിരിക്കുകയാണ്. നീ കെൻഡലിനെ വേറെ എവിടെയോട്ടും കൊണ്ടുപോകും. ഞാൻ പോയി സ്വീറ്റിനെ കണ്ട്. ഇപ്പൊ പരമപട്ടി തച്ചോളികളെ, ഇങ്ങോട്ടുണ്ടാക്കുന്നവന്മാരെ തിരിച്ചിട്ടോ അങ്ങോട്ട് പഠിക്കുക. അതാണ് എൻ്റെ പോളിസി. ഇതപ്പെടാ സ്ഥലം. ഇതൊരു കാടാണ്. ശുദ്ധമായ കാറ്റും വെളിച്ചവും വായു. തന്തയില്ലാത്തവൻ സ്മോക്ക്. സ്വീറ്റിൻ്റെ കാര്യം എന്തുവായി? സ്വീറ്റ് ജീവനോടെ ഉണ്ട്. അവനൊരു പ്രിസൺ ഹോസ്പിറ്റലിലാണ്. വെടിയുണ്ട കൊണ്ടുണ്ടായ മുറിവുകളെല്ലാം ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉടനെ അകത്തു പോവും. എന്തായാലും നിന്നെ അവർക്ക് കിട്ടിയില്ല. അതത്രയും ഭാഗ്യം. നിന്റെ ചേട്ടൻ ഇപ്പോഴും ജീവനോടുണ്ട്. നീ അതിൽ ഞങ്ങൾക്ക് നന്ദി പറയണം. നിന്റെ പെങ്ങളും സേഫാണ്. അതുകൊണ്ട് നിനക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. നീ ഇനിയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ചെയ്യണം. ഇറങ്ങുക. തന്തയില്ലാത്തവൻ സ്മോക്ക് ഞങ്ങളെ ചതിക്കുമെന്ന് വിശ്വസിച്ചതില്ലേ? സ്മോക്കിനോട് ഞങ്ങൾ പറഞ്ഞത് അവൻ വൃത്തിയായി ചെയ്തു. സ്മോക്ക് പണ്ടേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞവനാണ്. വിശ്വാസം, ലോയാലിറ്റി അതൊക്കെ വെറും തീട്ടമാണേ. ബ്രയൻ മരിച്ചതുകൊണ്ടാണ് നിന്നെ ഈ നാട്ടിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ചോ? ഈ പയ്യനെ കൊണ്ട് നമുക്ക് കുറച്ച് ഉപകാരമുണ്ട്. ഇവൻ്റെ പാഴ് ജന്മം കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരമുണ്ട്. ഞങ്ങളുടെ പഴയ ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്കെതിരെയാണ് ഇപ്പം. ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ അവൻ സമ്മതിക്കുന്നില്ല. മൗണ്ട് ചില്ലാട് എന്ന് പറഞ്ഞെടുത്ത് അവനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഞങ്ങൾക്കെതിരെയുള്ള കുറച്ച് തെളിവുകളുണ്ട്. നീ അവനെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ തെളിവുകളെല്ലാം നശിപ്പിക്കണം. ഞങ്ങൾക്ക് തെളിവുകൾ കാണണം. സീസർ, നീ ഓക്കെ ആണോ? നിൻ്റെ പെങ്ങൾ പേടിച്ചിരിക്കുകയാണ്. ലോസ് ആൻഡോസ് ഫുള്ളിപ്പം പ്രശ്നമാണ്. ഞാനിപ്പോൾ ഏതാണ്ടൊരു കാട്ടിക്കിടക്കുകയാണ്. വെസ്റ്റോണോ സ്ഥലപ്പേര് അറിയത്തില്ല. വെസ്റ്റോൺ അത്ര പരിചയമില്ല. അതിൻ്റെ അടുത്തായിട്ട് എനിക്ക് കുറച്ച് ഫാമിലീസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നീ ജയിലിലില്ലല്ലോ. സീറ്റിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. നീ കെൻഡലിൻ്റെ കാര്യം നോക്കൂ. ഞങ്ങളെപ്പറ്റി വിചാരിക്കണ്ട. നീ അവന്മാർക്കിട്ട് തിരിച്ചു പണിയാൻ നോക്ക്. ഞാൻ എൻ്റെ കുറച്ച് കസിൻസിനെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അവർ നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. റെഡ് കൺട്രിയിലെ ഡൈനറിൽ ചെന്നാൽ കാണാൻ പറ്റും. സ്വീറ്റ് എവിടാ? പറയാ, ഞാൻ ഹോസ്പിറ്റലിലാണ്, പ്രിസൺ ഹോസ്പിറ്റലിൽ. കോപ്പ്, നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ആദ്യം നമ്മുടെ പെങ്ങൾ സേഫാണോ നോക്കണം. ശരി, ഞാൻ കട്ട് ചെയ്യാം. പിന്നെ വിളിക്കാം. സ്വീറ്റ്, നിന്നെ ഞാൻ ആ ജയിലിൽ നിന്ന് പെട്ടെന്ന് രക്ഷിക്കും. പട്ടികളെ പണി വേണോ? എല്ലാത്തിന്റെ ഉണ്ട് അരിയും ഞാൻ. പൊണ്ടാര, ഇവിടെ ആരെങ്കിലും പിടിച്ചു കിട്ട്. നീ ഏതാടാ നായെ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനെ അന്വേഷിച്ചു വന്നു, ഒരു മെക്സിക്കൻ. നിന്നെ പട്ടിയാണോ സീസർ പറഞ്ഞ പാഴി? ഞാനൊരു ദൈവവിശ്വാസിയായ നല്ല മനുഷ്യനാണ് മക്കളെ. കിണ്ടി, ഇവിടുന്ന് പോകാം. ഹലോ, ഇവിടെ ഒരുത്തരും ഇല്ലേ? ഇവിടെ ഉണ്ട്. എന്തുവാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നേ? മോനെ, എന്തൊക്കെയുണ്ട്? എന്തുവാടോ, തനിക്ക് ഡ്യൂട്ടി ഒന്നും ഇല്ലേ? നീ ഇനി മുതൽ കൂള് കടത്താൻ പോവാണ്. നീ ഞങ്ങളുടെ അണ്ടറിൽ ഇതും ചെയ്യണം. ഡോടോ, ഇമാതിരി വാണത്തരം ഒന്നും കാണിക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല. മനോജ്, ഇങ്ങോട്ട് വന്നേ. ഹായ് കൂട്ടുകാരെ. ഇവ നിനക്ക് നല്ല പൈസ തരും. ഇതാണ് മനോജ്. നീ എന്ത് തേങ്ങയായി പറയുന്നത്? നിനക്ക് ഞാൻ വലിയൊരു പണി തരുന്നുണ്ട്. അതിൽ നല്ല പേയ്മെൻറ്റും ഉണ്ട്. ഞാൻ എന്നാ പോവാ, നിങ്ങൾ സംസാരിച്ചില്ലേ? കൊസനെ, നീ ഏതാ? FBI ആണോ DE ആണോ? എന്തുവാ? ഞാൻ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ്. ഓഹോ, കണ്ടപ്പോഴൊരു പോസിറ്റീവ് എനർജി. കുറച്ച് കൂളെടുക്കട്ടെ. കുണ്ടി ക്യാൻസർ വരുവാണോ? എനിക്കൊരു ഹാർവസ്റ്റർ വേണം. നീ അത് പോയി എടുത്തോണ്ട് വരണം.
കാൾ, നീ നല്ല കാര്യമാണ് ചെയ്തത്. താങ്ക് യു. വലിയ പണി വരുന്നുണ്ട്, അപ്പം ഞാൻ നിന്നെ വിളിക്കാം. ഹായ് സിജെ. ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഞാൻ ഇവളെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊക്കെ ഇറങ്ങി ചിന്തിച്ചത്. ഇനി ഞാൻ തിരിച്ച് നാട്ടിൽ പോവാണ്. എല്ലാത്തിനെയും ഞാൻ വിട്ടു. എടേ, അങ്ങോട്ടൊന്നും പോകരുത്. അവന്മാർ ഭയങ്കര സീനാണ്. അവന്മാർ വെട്ടിപ്പിരുത്ത് കളയും. പോയി മാസ് തൊലിക്കാൻ നോക്കി ചാകരുത്. സീസർ പറയുന്നത് കേൾക്കും. നമുക്ക് ടൈം ആവുന്നതനുസരിച്ച് അത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാന്ന് നിനക്കറിയാമല്ലോ. ആ പരനാറിച്ചറ്റ സ്മോക്ക്, തിൻ്റെ ചഗ് ബ്രോ, പിന്നെ പോലീസ് ചെറ്റകൾ, പുളസ്കീൻ ടെൻപനി. സ്മോക്കാണ് ഇതിൽ ഏറ്റവും വലിയ ചെറ്റ. ഈ സ്മോക്ക് മറ്റവന്മാരുമായിട്ടൊന്നും കലിപ്പാവാനൊന്നും പോത്തില്ല. സിജെ, അവൻ എങ്ങനാ പുതിയ വീടൊക്കെ കിട്ടിയേ? ഗ്രോവ് സ്ട്രീറ്റ് തൊലിയെല്ലാം വിട്ടിട്ട് ചിന്തിക്കൂ. സ്മോക്ക് സാൻഫിയറുമായിട്ടൊരു കാറ് വിട്ടിട്ടുണ്ട്. ഫുള്ള് ചരക്ക് തീട്ടം. അത് ഞാൻ അന്വേഷിച്ചോളാം. നിങ്ങൾ സേഫായിട്ടിരിക്കേ, ഞാൻ പോയിട്ട് തിരിച്ചു വരാം. മോളൂസെ, സോറി, ഇറങ്ങി വരൂ, എന്നോട് ക്ഷമിക്കൂ. ആദ്യം ഈ കഥകൊന്ന് തുറക്കൂ. ഇവൾ ഇവിടെങ്ങും ഇല്ലേ? തൈര് കൂത്തിച്ചി. ആരാടാ പട്ടി കൊതിച്ചി? തൈര്, എന്നെ വെടിവെക്കരുത്, വെടിവെക്കരുത്. എന്നോട് ക്ഷമിക്കൂ. നമുക്കിന്ന് പോയി ബാങ്കൊക്കെ മോഷ്ടിക്കാം. ആരെ വേണമെങ്കിലും ഇന്ന് കൊല്ലാം. വെടി മാത്രം വെക്കരുത്. ഖോലി ലവ് യു. കീടു കീടു, കൊള്ളാം, സെറ്റ്. ബാ, ഒന്ന് കറങ്ങിയിട്ട് വരാം. കാറ്റലീന, ഇത് കാളാണ്. ഇറങ്ങി വരൂ. ഒരുപാട് ബാങ്കിൽ നിന്ന് കൊള്ളയടിക്കാനുള്ളതാണ്. കോൾ, അകത്തോട്ടു വാ. അടിക്കരുത്. എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ കുണ്ടി പോയി. സമയമില്ല, കുറച്ച് പൈസ ഉണ്ടാക്കണം, അത്യാവശ്യമാണ്. നീ പരമ ബോറാണ് കോൾ. ഇവിടെ മോഷ്ടിക്കാൻ എളുപ്പമുള്ള സ്ഥലമാണ്. ഈ ചെറ്റകളിതാ. പൈസ എടുക്കടാ പട്ടി. കിട്ടി, പൈസ കിട്ടി. എസ്കേപ്പ്. കോൾ, അത് നമ്മുടെ പൈസയാണ്. കോൾ പിന്നെ കാണാം. സോറി അളിയ, എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ആയിരുന്നു റേസ് നടക്കുന്നത്. അപ്പം നീ ഇവിടെ പെട്ടെന്ന് വന്ന് സ്പോൺ ചെയ്ത. എല്ലാവരും വന്നു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഞരമ്പിക്കൂടെ പെട്രോളും ഡീസലും ഓടുമ്പോൾ ഇതൊരു പാഷനാണ്. എവിടെ റേസ് നടക്കും, ഏത് ലൊക്കേഷൻ ഒന്നും ഇപ്പം അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, സമ്മതിച്ച്. സിജെ, ഇങ്ങോട്ട് നോക്കൂ. ഞങ്ങളുടെ പഴയ ഒരു റേസിൽ നീ വന്നിട്ടുണ്ട്. നീ എവിടെ നിന്നായിരുന്നു? ലോസ് സാന്റോസിലുള്ള ഗ്രോവ് സ്ട്രീറ്റ് ഫാമിലീസാണ്. എന്തു പറ്റി? ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച റേസാണ്. നമ്മൾ 2 ടീമും ശ്രദ്ധിക്കണം. ഊസിമു, എൻ്റെ കൂട്ടുകാരനെ ഊസി എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട്? എൻ്റെ പേര് സിജെ, കാൾ ജോൺസൺ. ഇവിടെ റേസ് നടത്തുന്നത് ഒന്നുകിൽ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിക്സിന് വേണ്ടിയിട്ടാണ്. അത് റേസറിൻ്റെ ചോയ്സാണ്. കാർ സ്റ്റാർട്ട് ചെയ്യൂ. ഗുഡ് ലക്ക് സിജെ. സിജെ, എനിക്ക് അവനെ കണ്ടിട്ട് അത്ര വെടിപ്പായി തോന്നുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചേക്ക്. പോളി റേസായിരുന്നു സിജെ, എനിക്കിഷ്ടപ്പെട്ടു. കഴിവുള്ളവരോട് തോക്കുന്നത് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞതുപോലെ ഇതാ ബെറ്റിൻ്റെ തുക. പോലീസ് പുറകെ വരുമ്പോൾ തന്നെ ഡ്രൈവിംഗ് സ്കില്ല് കൂടും. അതെ, ഇവിടെ അത്ര സേഫ് അല്ല. നമുക്കിവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവണം. ഇവിടെ റേസ് നടത്തുന്നത് ഇല്ലീഗലാണ്. നമ്മുടെ സ്പോർട്സിനെ അവർ ബഹുമാനിക്കുന്നില്ല. ഓക്കെ, താങ്ക്സ്. എനിക്കിപ്പം പോണം, കാണാം. കാൾ, ഇതാ എൻ്റെ അഡ്രസ്സ്. എന്നെ ഒന്ന് വിളിക്കുക. നമുക്കിനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. താഗൂലികള്, ആ കുണ്ടിമുഖൻ പണിതല്ലോ. ആ കോമാളി ഇമാതിരി പണിയെന്ന് ചോദിച്ചില്ല. ഈ കക്കൂസ് അവൻ എനിക്ക് പൈസയ്ക്ക് പകരം തന്നത്. ഞാൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കോമാളി മാറി. അളിയെ വിഷമിക്കാതിരി, അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവനോടുണ്ടല്ലോ. കാൾ, ഡീസൻ്റ് ആയിട്ടിരിക്കുമോ, സമാധാനപ്പെടുമോ, വൈബ് കളയാതെ. ഈ പൊനത്തി വൈബോ, ഈ കളവൻ എന്തൊക്കെയാണ് പറയുന്നത്? അവൻ്റെ തലമണ്ട അടിച്ച് എനിക്ക് പൊട്ടിക്കണം. എൻ്റെ കസിനുണ്ടല്ലോ ആ കുത്തിച്ചി. എൻ്റെ ഫാമിലിയെ പറ്റി അവരാതും പറയരുത്.
സോറി, എല്ലാവർക്കും പണി കിട്ടിയിരിക്കുക. ഇതൊരു ഗ്യാരേജ് ആക്കിക്കൂടെ നിനക്ക്? കിടു ഐഡിയ. മിണ്ടായിരി ഓപ്പേ. കള്ളെല്ലാരും പറയുന്ന പോലെ നീ മണ്ടനാണ്. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു നടക്കും. കിട്ടിയാലൊരു ഗുണവും ഇല്ല. കിടുവൈബ് കിടുവൈബ്. എനിക്ക് 2-3 പിള്ളേരെ അറിയാം. എൻ്റെ കൂടെ വരൂ, ഞാൻ പരിചയപ്പെടുത്താം. ഈ മണ്ടൻ്റെ കൂടെ ഇനിയും പോകണമല്ലോ. നമ്മുടെ 2 പിള്ളേരുണ്ട്, മറൈൻ എഞ്ചിനീയേഴ്സാണ്. മാൻ, നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, വാ. ഇത് ട്രൂത്താണ്, ട്രൂത്ത്. നിനക്ക് ഞാൻ പൈസ വല്ലതും തരാണ്ട. തട്ടുകടയൊക്കെ എങ്ങനെ പോകുന്നു? നല്ല തൊലിഞ്ഞ കച്ചവടവും കോപ്പൊന്നുമില്ല. എന്താ പറ്റി? എൻ്റെ ഫ്രണ്ട് കാള്, അവനൊരു വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ്. ചിത്രമുണ്ട്, നീയും വരുന്നോ? ഞാൻ റെഡിയാ. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് വന്നേക്കാം. ഹൈ ട്രൂത്ത്, എന്താ ഇവിടെ? വണ്ടി കയറി, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവൻ സീറോ, ഇലക്ട്രോണിക്സിലെ ഒരു വിദഗ്ധനാണ്. ഇതാണ് കാൾ ജോൺസൺ. കാൾ സാൻഫിയറോ ഇങ്ങനുണ്ട്. നല്ല തൊലിഞ്ഞ സ്ഥലം. നീയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാൾ, നിനക്കെൻ്റെ ഗിഫ്റ്റ് കിട്ടിയായിരുന്നല്ലേ മറ്റേ കാറ്? ഒരുത്തരെ അറിയത്തില്ലേ, എന്നെയും ഓഫീസർ പ്ലോസ്കിക്കും പണിയേരെ നടക്കുന്ന ഒരുത്താൻ. അവൻ്റെ കാറിൽ കൂള് വെച്ചിട്ട് അവനെ പെടുത്തണം. അപ്പം നച്ചോളി, ഞങ്ങളിങ്ങനെ തന്നില്ലായ്മയൊന്നും കടിക്കുന്നില്ല ഗ്രോസ് സ്ട്രീറ്റിലെ പിള്ളേർ. അതിനിപ്പോൾ എന്ത് വലിയ പരിപാടിയാണെങ്കിലും ഡക്കപ്പിച്ചയ്ക്ക് വേണ്ടി ആരും ഒറ്റ കൊടുക്കുന്നില്ല. അവനൊരു DA ആണ്. ആണോ? എന്നാൽ അവനിട്ട് ഞാൻ പണിയാം. എവിടെ ഉണ്ടവൻ? ബ്ലാങ്കോ ഫോർട്ടിലുണ്ട്. ഓക്കെ, ശരി. ഒരുത്തൻ വണ്ടിയിൽ കൂള് കടത്തുന്നു, വന്നാലിപ്പോൾ പൊക്കാം. പോലീസ് അനങ്ങരുത്, വണ്ടി നിറങ്ങി കയ്യാ വായു വെക്കടാ. പോലെ കളിക്കല്ലേ, ഞാനും പോലീസാ കേട്ടോ. ഉണ്ടായിരടാ നായെ, എന്തെങ്കിലും കിട്ടിയോ അവൻ്റെ ഇടുക്കിന്ന്? ഒരു മാടക്കട ഫുള്ളുണ്ട് ഇതിനകത്ത്. അമല്, ഗൈനി, ചൈനി. മക്കളെ, കാൾ, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്നെ കണ്ടാൽ വെടി ലുക്കുണ്ടോ? എന്താണ്? ആ കൺസ്ട്രക്ഷൻ കഴിവേറുകൾ എന്നെ കളിയാക്കി. എല്ലാത്തിന്റെ ഉണ്ട ഞാൻ ചവിട്ടി പൊട്ടിക്കുന്നു. വേണ്ട വേണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്യാം. അവന്മാരെ മര്യാദ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. എന്താ ഇവിടെ? ദൈവമേ, കാലം വന്ന് മുഴുവൻ നശിപ്പിക്കുന്നു. തിരിച്ച് കക്കൂസി കയറിയിരിക്കാം. കക്കൂസി കയറി ഒളിച്ചിരിക്കാന്ന് വിചാരിച്ചോളാ. നിന്നെ ഇന്ന് ഞങ്ങൾ പൂടും. അത് പൊളിച്ചു മാൻ. നമ്മളിവിടെ എന്താണ് നോക്കുന്നത്? സീസറ, ഞാൻ പറഞ്ഞാലും ചെയ്തോ? വൂസി, നീ ഇവിടെ ഉണ്ടായിരുന്ന? ഹായ് കാൾ, ഞാൻ നിൻ്റെ അളിയനോട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയരുത്. ഓക്കെ വൂസി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ആയിരിക്കട്ടെ, ഈ കോമാളികളേതാ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവന്മാരാ ലോക്കോ സിൻഡിക്കേറ്റ്, ഇവിടുത്തെ വമ്പൻ ടീമുകളാ. അവരുമായിട്ട് ഞങ്ങൾക്ക് ഡീലൊന്നും ഇല്ല. ഇവനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. പേരറിയത്തില്ല. ടീബോൺ, അവരുടെ മസിൽ പവർ ഇവനാ. അപ്പോൾ ഇവനേത്? GCB, കൂട്ടിക്കൊടുപ്പ് വീരനാണ് ടൗണിലെ. ഇവരുടെ ഡീലിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവനാണ്, ഒരുമാതിരി ബ്രോക്കറൊക്കെ പോലെ. ഓക്കെ, എങ്കിൽ ഞാൻ ഇവൻ്റെ അടിമയായിട്ട് കയറാം. ഇവനൊരു ക്ലബ്ബ് നടത്തുന്നുണ്ട് ഗ്രാൻഡ് ബ്രിഡ്ജിൻ്റെ അടിയിൽ. കിടു വൂസി, കിടില ഇൻഫർമേഷൻ. ഞാൻ എന്നാ പോട്ടെ. ഇവനേരാ? ഈ കണ്ണാപ്പേക്കാരെ ക്ലബിലോട്ട് വിളിച്ച് കയറ്റിയേ. ഇറങ്ങിപ്പോടാ കോമാളി. അളിയ, ഞാൻ നിന്നെപ്പറ്റി അറിഞ്ഞിട്ട് വന്നതാണ്. നിനക്ക് കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്റെ അണ്ടറിൽ കുറച്ച് കാലം വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ.
ഓക്കെ പറഞ്ഞോളൂ. സാർ ഞാനിവിടെ പുതിയതാണ് ടൗണി. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം. ഒരു പ്രാന്തൻ കഴപ്പ് തൂറി എൻ്റെ ചിക്സിനെയൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ട്. നീ അവനെ പോയി ഡീൽ ചെയ്യണം. ആദ്യം ഈ ഇപ്പോൾ വിട്ട ചിക്സ് ഒരാളെ വീട്ടിൽ കൊണ്ടുവിട്, എന്നിട്ട് അടുത്ത പണി തരാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ തൊട്ട് വർക്ക് തുടങ്ങുകയാണ്. സീജ, ഞാൻ പറഞ്ഞ കാര്യം ഡീൽ ചെയ്യുന്നതിന് മുന്നേ നിനക്ക് വേറൊരു പണി ഞാൻ തരുന്നുണ്ട്. ഒരു കൊച്ചു തൈരൻ വലിയ ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ കുറച്ച് ചിക്സിനെ അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. നീ അവരിട്ട് പോയി പണിയണം. Here comes my player, now you in real trouble. ഹലോ, ഇത് ഞാനാണ് CJ. ഇനി മുതൽ ഹാഷ്ബറിയിലുള്ളവരെ പറ്റി വിചാരിച്ച് തല ഉണ്ടാക്കണ്ട. അതിന് അവനെ പറ്റി ഞാൻ പേടിച്ചിരിക്കുകയാണെന്ന് എന്നോടെപ്പോഴും പറഞ്ഞേ ഇല്ല. ഇനിയാണ് യഥാർത്ഥ ഡീലിനെ പറ്റി പറയാൻ പോകുന്നത്. നമ്മൾ 1-2 ചിക്സിനെ കുറേ പേർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവന്മാരെ നീ തീർക്കണം. ഇത് ഞാനാ CJ. ശകുനം മുടക്കി കണ്ടകശ്ശേരി വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ ബിസിനസ് മുഴുവൻ കാലം വന്ന് മുടിച്ച്. നീ രാവിലെ ഡൗൺ ടൗണിൽ കൊണ്ടുവിട്ട ചിക്കവൻ്റെ മറ്റവൻ്റെ കൂടെ ഇറങ്ങി നാട് വിട്ടു പോവാണ്. പോയി തീർക്കല്ലാത്തിനെ. You steal your license? അതും സെറ്റാക്കിയിട്ടുണ്ട് ജിസ്റ്റി. കൊള്ളാം CJ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കലക്കി. നിനക്കിതിന് പകരം ഒരു കാർ ഞാൻ ഗിഫ്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡീപ്പം, നീ കുറച്ച് ശാന്തനാകൂ. ചിൽ ബ്രോ. നമ്മുടെ തലയിൽ ഇപ്പം ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്, നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പാർട്ണർ, ഇതേ നോക്ക്, CJ വന്നു. ഇപ്പം സിറ്റിയിലെ പുതിയ ഹീറോ ആണ്. ഉണ്ടാ, ഞങ്ങളിപ്പോഴും ഫ്രണ്ട്സാണ്. ഡോ മണ്ടച്ചാരെ, ആരോ നമ്മുടെ പുറകെ ഉണ്ട്. നമ്മളൊന്നുകൂടെ കരുതിയിരിക്കണം. അതായാലും അവന്മാരുടെ കാര്യം പോക്ക ഉടനെ. മൈക്ക്, നീ എവിടാ? നിന്നെ ഞാൻ കുറേ ആയി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോന്ന് ഇപ്പം എവിടാ? ആണോ? ആ, ഞങ്ങൾ വരുന്നു സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മൈക്കിനെ ആരോ തൂക്കി. ആരേ മൈക്ക്? ഷിപ്മെൻ്റ് എടുത്ത് വാനും എടുത്ത് അതിനകത്ത് മൈക്കിനെ ഇട്ടിരിക്കുക. എന്നെ എടുക്കും. അവനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. അവൻ്റെ ഫോൺ കയ്യിലുണ്ട്. അവൻ്റെ ബാറ്ററി തീരുന്നവരെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പെട്ടെന്ന് വാ. മൈക്കിന് കടൽക്കാക്കകളുടെ സൗണ്ട് കേൾക്കാമെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഈ ടൗണിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. മെഷീൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടെന്ന്. ആണോ? നല്ല ബിൽഡിംഗ് സൈറ്റും ആയിരിക്കും. അങ്ങോട്ട് പറത്തി വിട്. ഡോഹർട്ടറിയിൽ ഒരു സൈറ്റുണ്ട്. ഇല്ല, മൈക്ക് ഇവിടെ ഇല്ല. എയർപോർട്ടിലാണെന്ന് തോന്നുന്നു. വണ്ടി തിരിച്ചു വിട്, എയർപോർട്ടിലോട്ട് വിട്. ഓ, ടൈമിലെത്തിയത്. ഇതേതായി കോമാളി? ജെസ്സിയുടെ ആളാ, അടങ്ങിരി. ഈ വാൻ പൊട്ടിക്കണം. എന്തോന്ന് ഇതിനകത്ത് ചരക്കുണ്ട്, വെറുതെ അത് കളയണോ? ഇത് നമ്മുടെ ഇരിക്കുന്ന റിസ്ക്കാണ്. ഇവൻ പറഞ്ഞ കറക്റ്റാ, നമുക്കിവിടുന്ന് എസ്കേപ്പ് ആവാം. ഇന്നൊരാളാ കോമാളി ചോദിച്ചാൽ ഉണ്ടായിരി. ഇത് കമ്മിറ്റിയല്ല, അതെ ഞാനിവിടെ തീരുമാനം എടുക്കുന്നത്. സാധനം പൊട്ടിച്ചിട്ട് എസ്കേപ്പ് ആവാം. CJ, നീ ഇന്ന് നല്ലോണം വർക്ക് ചെയ്തു. അപ്പം നമുക്ക് പിന്നെ സംസാരിക്കാം. എൻ്റെ പേര് ജോൺസൺ. ഞാൻ മൂസിയെ കാണാൻ വന്ന. ഞാൻ അവൻ്റെ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിലേ വരൂ. ബോസിൻ്റെ വൈകല്യത്തെ പറ്റി അറിയത്തില്ലേ? എന്ത്? പുള്ളി ബ്ലൈൻഡാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ റേസ് ചെയ്തല്ലോ. അതെ, പുള്ളിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ചില സ്കിൽസ് ഉണ്ട്. എങ്ങനെയാണെന്നറിയില്ല. പുള്ളി നല്ല രീതിയിൽ റേസ് ചെയ്യും. പല കാര്യത്തിലും പുള്ളി ഭയങ്കര ലക്കിയാണ്. ആ, ഓക്കെ, ഞാൻ അറിഞ്ഞതിൽ സന്തോഷം. ഹലോ കാൾ. മൂസി എന്തൊക്കെയുണ്ട്? കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ എന്താണ്, എന്ത് ചെയ്യുന്നു, ഞാൻ ഒന്നുകൂടെ ഇതിനെപ്പറ്റി എല്ലാം നിന്നോട് പറയാം.
ഞാൻ മൗണ്ടൻ ക്ലൗഡ് ബോയ്സിന്റെ ലീഡറാണ്. ഓക്കെ, കണ്ടതിൽ സന്തോഷം. നീ ഇരിക്കുക, ഇരുന്ന് സംസാരിക്കാം. ട്രയാഡിന്റെ ലീഡർ എന്ന നിലയിൽ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബിസിനസ്സിന് കേടൊന്നും പറ്റാത്ത രീതിയിൽ നോക്കുക. ഇതിലെന്റെ റോൾ എന്താ? നമുക്ക് കാണാം. ഒരു ലോക്കൽ ട്രയാഡ് നമുക്ക് വേണം. നീ എൻ്റെ കൂടെ വാ, ട്രയാഡ്സിന്റെ ഡീലിംഗ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതും വയലൻസ് ഒന്നും ഇല്ലാതെ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പോവാം. ഊസി അവിടെ നിന്നേ. എന്താ പറ്റി സീജെ? ആരായി നിലത്ത് കിടക്കുന്നത്? സോറി, ഞാൻ കണ്ടില്ല. ചത്ത് കിടക്കുവാടോ, ഇവിടെ എല്ലാരും തൊലഞ്ഞ്. ബ്ലഡ് ഫെതേഴ്സിനെ എല്ലാരും തീർത്തോ? എന്നെ വെടിവെക്കല്ലേ, സോറി, ഞാൻ പേടിച്ചൊളിച്ചിരുന്നതാ. എന്താണ് ഇവിടെ സംഭവിച്ചത്? വിയറ്റ്നാമീസിന്ന് ആൾക്കാർ വന്ന് ഞങ്ങളെ മുഴുവൻ തീർത്ത്. ഊസി, എന്തൊക്കെയുണ്ട്? സീജെ, ഞാൻ പുതിയൊരാളെ പരിചയപ്പെടുത്താം. ഇതാണ് ഷുക്ഫൂർ അലി. വെസ്റ്റ് കോസ്റ്റിലുള്ള നമ്മുടെ ടീമിന്റെ ലീഡർ അവരാണ്. ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഡെനാങ് ബോയ്സ് വിയറ്റ്നാമീസ് എന്നുള്ള ടീമാണ്. എല്ലാം കൂടി US കെട്ടിയെടുത്ത് വരിക. ബ്ലഡ് ഫെതേഴ്സിനെ അടിച്ചിട്ടത് അവന്മാരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് പണി വരുന്നുണ്ട്. ഷുഖുവിനൊരു പാക്കേജ് വേണം. എയർപോർട്ടിലെ കൊറിയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ, അത് ഞാൻ ആകുമ്പോൾ എടുത്തോണ്ട് വരും. ഇവൻ ട്രയാഡാണോ അതോ മൗണ്ടൻ ബോയിലുള്ളതാണോ? ഇതെന്റെ ഒരു പേഴ്സണൽ ഫ്രണ്ടാണ്. പിന്നെ മെയിൻ കാര്യം, നമ്മുടെ ഡനാങ് ബോയ്സ് ഇവനെ സംശയിക്കത്തുമില്ല. ഓക്കെ, സഹായത്തിന് നന്ദി. തൈര്. എന്റെ വീട്ടിലേക്ക് സ്വാഗതം. എന്റെ വീട് നിങ്ങളുടെയും വീടാണ്. കൂട്ടത്തിലുള്ള പല്ലികലെല്ലാം കൊണ്ട് വേവിച്ച് കൊല്ലണം. ഡനാങ് ബോയ്സ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഫുള്ള് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളോട് ഇല്ലെങ്കിൽ അവർ കൊല്ലാനുള്ള ശ്രമം നടത്തും. നിങ്ങൾക്ക് സ്ഥലം മാറ്റിക്കൂടെ? എന്താണ് തടസ്സം? അവന്മാരെ എല്ലാം ഇവിടെ തെറ്റിച്ചിട്ട് തീർക്കണം. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, തമാശയായിട്ട് തോന്നുന്നു. മിസ്റ്റർ ഫർലി ഇതിന്റെയൊക്കെ പുറയിലുണ്ടെന്ന് അവർക്കറിയാവുന്നിടത്തോളം കാലം എന്നെ അവന്മാര് ഫോളോ ചെയ്യും. ആ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സ്ഥലം മാറാം. അത് നല്ല പ്ലാനാണ്. CJ, എന്നാ ഇത് ചെയ്തോളൂ. ഇതിന് ഞങ്ങൾ നല്ല റിവാർഡ് തന്നിരിക്കും. നമ്മൾ Yeah, it's വിചാരിച്ചത്ര not. They ഡേഞ്ചർ took the ഒന്നുമല്ല. bait like അവന്മാര് വെറും morons. ആണുങ്ങളായിരുന്നു. റാൻഫാലി Mr. അവിടുന്ന് Ramfali, സക്സസ് get ആയിട്ട് out all മാറ്റിയോ? right? അതെ, Yes, പുസി with your പുള്ളിയെ ticket to safety. മാറ്റിയായിരുന്നു. Thank you. ഓക്കെ, എന്നാ ഞാൻ പിന്നെ കാണാം. Cool. I'll see you later. കോമാളികളൊക്കെ അവിടെ പോയി. മനുഷ്യനെ പോസ്റ്റ് ആക്കുവാണല്ലോ. ആറാ നായെ, സത്യം പറയടാ. നീ ഏതാടാ നായെ? ഞങ്ങൾക്കിട്ട് കളിക്കാന്ന് വിചാരിച്ചോ? എന്റെ തല ഞാൻ പൊട്ടിക്കും. വീട്ടുകാരെ മുഴുവൻ ഞാൻ പൊങ്ങള് പണിയും. ഞങ്ങൾ മണ്ടന്മാരാണെന്ന് വിചാരിച്ചോടാ കോമാളി. നിന്റെ പരിപാടി ഫുള്ള് ഞങ്ങൾക്കറിയാം കേട്ടോ. നീയൊക്കെ എന്ത് പറയുന്നത്? എന്റെ തൊണ്ട വിടറ പട്ടിയാണ്. നീ ആർക്ക് വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്? ആർക്കും വേണ്ടിയല്ല. തിരിഞ്ഞു നോക്കിയേ.
ഞാൻ കുറച്ച് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് മണ്ടൻ തിരുമണ്ടൻ. ഈ ബിസിനസ്സിൽ അല്പം ജാഗ്രത വേണം കൊച്ചിയർക്ക്. നിനക്കൊന്നും അറിയത്തില്ല. എന്തുകൂടെ കാരണത്ത് കചക ചെയ്ത് ആ ധൈര്യം ഞങ്ങളങ്ങ് ആ ടൈപ്പല്ലേ. ഓക്കെ, ഷിപ്മെന്റിലോട്ട് പോണം. ലേറ്റായി, പെട്ടെന്ന് വാ. വെളിയിറങ്ങി ഒരു ബൈക്ക് എടുക്കുക. ഷിപ്മെന്റ് ഫാക്ടറിയിൽ എത്തിയിരിക്കണം. നമുക്കാണ് ഇതിന്റെ മുഴുവൻ ചുമതല. സാധനം സേഫ് ആയിരിക്കണം. മോനെ, നിന്നെ ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. Shit. ഏയ് CJ, എന്തൊക്കെയുണ്ട്? ഇതെത്ര പറ. കുറച്ച് പോലീസുകാർ ഓഫീസിൽ വന്ന് ഇപ്പൊ ഉണ്ട്. നിന്നെ അന്വേഷിച്ച. ഓ, ടെൻപന്നിയാണോ? ആ ശരി. എല്ലാം ഇവിടെ വന്ന് കേറിയ. നിന്റെ ചേട്ടനെ ജയിലിലെല്ലാരും കവച്ചു നിർത്തിയിരിക്കെ. നീയപ്പം വെളിയിൽ ചൂച്ചു കിടക്കുന്നോ? ഇപ്പൊ എന്നാ വേണമെന്ന് പറ. ഞങ്ങളുടെ പണികളെല്ലാം ക്ലീൻ ആയിട്ട് നടന്നു കിട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരുത്തനെ കൊണ്ട് ഭയങ്കര തലവേദനയാണ്. അത് ഞങ്ങൾക്ക് പോലും അവനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാ. പത്രക്കാരാണോ? നിനക്കെന്തറിയാം? വെയിറ്റ്, ഞാൻ സമാധാനത്തോടെ പറയട്ടെ. ഒരു ചെറുപ്പക്കാരൻ പത്രക്കാരനാ. അവനിപ്പൊ ഞങ്ങൾക്ക് തലവേദന. പുതിയ പയ്യനായതുകൊണ്ടൊന്നും അവനെ അറിയത്തില്ല. റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. നീ ഞങ്ങൾക്ക് വേണ്ടി അവന്റെ വായടപ്പിക്കണം. സ്റ്റൂട്ടി എന്ന് പറഞ്ഞിടത്തുണ്ട്, അവനെ തീർക്കണം. അതെ, ഒരു റിപ്പോർട്ടർ പൊളസ്കിയുടെയും രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നടപ്പുണ്ട്. ആ റിപ്പോർട്ടറിൽ ഒരുത്തനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാ, പോയി അവനെ ഡീല് ചെയ്യൂ. CJ, നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. മിണ്ടാതിരിക്കടേ, കോൺസെൻട്രേഷൻ പോകുന്നു. നീ വെള്ളത്തിനടിയിൽ എങ്ങനെ നീന്താമെന്നാണോ ചോദിച്ചത്? അതെ. ഇല്ല, പറ്റത്തില്ല. അത്തി കിട്ടോ. നീ എങ്ങനെയാണ് ഇത് ചെയ്യുന്നേ? നിനക്ക് നീന്താൻ പറ്റില്ലെന്നാണോ പറയുന്നത്? വെള്ളത്തിനടിയിൽ എനിക്ക് വല്ലാത്തൊരു പേടി വരും. ഈൽസിനെയും സ്കുഡിനെയും സീവീഡ് ഇതൊക്കെ എനിക്ക് ഭയമാണ്. നീ അധികമൊന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. CJ, ട്രയാഡിന് വെളിയിലുള്ള വിശ്വസ്തനായ ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഡയറക്റ്റായിട്ട് കാര്യം പറയാണ്. ഡോക്ക് വാട്ടറില് നീന്തണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? ആ വിയറ്റ്നാമീസ് ദുരന്തങ്ങളെയും ജെല്ലിഫിഷിന്റെ ഒക്കെ ഇടയ്ക്കൂടെ എന്നിട്ടൊരു ഷിപ്പിൽ പോയിട്ട് ചിപ്പ് വെക്കുക. CJ, നെഗറ്റീവ് പറയാതെ. എനിക്കൊരു കാര്യം തുറന്നു പറയാനുണ്ട്. ഞാനിതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് കാഴ്ചയില്ല. നിനക്കറിയാമെന്ന് തോന്നുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ. പക്ഷെ ഞാൻ എൻ്റെ ബാക്കിയുള്ള സെൻസുകൾ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. വെള്ളത്തിനടിയിൽ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. വിഷമിക്കണ്ട. ഇത് നമുക്ക് ഡീൽ ചെയ്യാം. CJ, ഞാൻ ഇവിടെ അത്യാവശ്യമായിട്ട് പോവുകയാണ്. ഒരു വലിയ ബിസിനസ് ഡീലാണ്. എൻ്റെ റെഡ് കോക്കോട്ടോങ്ങിലുള്ള എൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ പോകുന്ന ഡീലാണിത്. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹലോ,
ലിറ്റിൽ ലയൺ എന്താണ് പ്രശ്നം? ഓ പണ്ടാര ഇന്ന് തന്നെ. ഓക്കെ, ഗപ്പിയെ വിളിച്ചോണ്ട് അതോടെ പോയി ചെക്ക് ചെയ്യും. പ്രശ്നമാണ്. ഡനാങ് ബോയ്സ് എന്നൊരു കണ്ടെയ്നർ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലിറ്റിൽ ലയൺ അത് നോക്കാൻ പോയിട്ടുണ്ട്. എനിക്കും പോണം. ഏയ് മാൻ, ഞാനിത് ഡീൽ ചെയ്യാം. താങ്ക്സ് CJ. നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വലിയൊരു സഹായമാണ്. താങ്ക്സ്. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? അവർ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാം നല്ല വണ്ണത്തിൽ പോവുകയാണെങ്കിൽ എൻ്റെ പുതിയ സങ്കേതത്തിലോട്ട് ഞാൻ നിന്നെ വിളിക്കാം. പണ്ടാര അവന്മാരടിച്ച് ചോപ്പർ താഴെ വീഴാൻ പോവുക. എല്ലാവരും പിടിച്ചതോ. You know what this is? സ്നേക്കിട്ട് ഞങ്ങൾക്കിട്ട് പണിതു. ഞങ്ങൾ പ്രിസണേഴ്സാണ്. ഞങ്ങളെ രക്ഷിക്കണം. ഇങ്ങോട്ട് വേടാ പോനെ. ഇല്ല ഇത് പിടി. കോമാളി വളവട്ടി. ഏയ് മാൻ, ആ ഫോൺ മെസ്സേജ് എടുത്തത് പൊളിച്ച്. ജിസിക്ക് എന്ത് പറ്റി? ചത്ത് കിടക്കുന്നു. ടീബോണ്ട സെക്യൂരിറ്റി വന്നിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാവ്. എല്ലായിടത്തും അവന്മാർ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. സൈഡ് എൻട്രൻസിലോട്ട് നോക്കിയേ. ശരാ, ട്രയാഡ്സ് റൂഫിലോട്ട് കയറി പോകണല്ലോ. ടീബോണ്ട് ആൾക്കാരെ നമുക്ക് ഇപ്പം തന്നെ തീർക്കണം. ടീബോണ്ട് ആൾക്കാർ വരുന്നുണ്ട്. കണ്ട പട്ടി പരതാറി കണ്ടാപ്പി ധ്വജിക്കമാണോ റൈഡറിന് തെണ്ടി. കണ്ടാവിന്റെ കുഞ്ഞമ്മയുടെ മക്കളെ കൂടെ നടക്കുന്നെന്ന് തോന്നുന്നു. എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. ടൊറന്റോ അവിടെ. ചോപ്പറി വരുന്നത് ടൊറന്റോ ആണെന്ന് തോന്നുന്നു. അവൻ റൂഫിൽ നിൽക്കുന്ന ആൾക്കാരെ കാണും. തായിരി ആ ലൊക്കേഷൻ മാറ്റുവാണ്. ഈ കോമാളികളെ നമുക്കിപ്പം തന്നെ വീഴ്ത്തണം. Yo, bitch, huh? മെൻഡസ് തന്തയില്ലാത്തവനെ നിന്നെ കിട്ടിയടാ. എന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ലടാ പട്ടികളെ. റൈഡറെ കോമാളി നിന്നെ ഞങ്ങൾ എടുത്തോടാ. കാൾ, നീയാണിപ്പം നഗരത്തിലെ ഹീറോ. ഞാനെന്റെ ഒരു കസിനോട് സംസാരിച്ചിട്ട് വരിക. പക്ഷെ എന്റെ ആൾക്കാരെല്ലാം പെട്ടിരിക്കുമല്ലേ. എന്റെ കൂടെ നടന്നവന്മാരെല്ലാം എനിക്കിട്ട് കൊത്തി. ദാണ്ട് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? റൈഡർ എന്റെ പണ്ടോട്ടുള്ള ചങ്കയാണ്. എന്റെ കൈ കൊണ്ട് കൊല്ലേണ്ടി വന്നു. ആ തൈരം തൂറി അത് റിസർവ് ചെയ്യുന്നുണ്ട്. നിന്റെ പെങ്ങളെ അമുക്കാൻ നോക്കിയതാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആ, നീ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. CJ, മൂഡ് കളയാതെ. നീ നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതെന്ത് തൈര്? നിന്റെ പഴയ ചങ്ങാതിമാർക്ക് ഇപ്പൊ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അത് നശിപ്പിക്കണം. അതോടെ അവന്മാരുടെ ബിസിനസ് എല്ലാം കുളമാവും. CJ അല്ലേ? ഞാൻ ബൂസി പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇവിടെ ഒരു കാറിനകത്ത് ഞങ്ങൾ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ അത് ആ ഫാക്ടറി കൊണ്ടുവച്ചാൽ മതി. പെട്ടെന്ന് പോവാ. ഒരു ഫാക്ടറി തകർക്കാനുള്ള സാധനം ഇതിനകത്ത് സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കിട്ടി, സാധനം കിട്ടി. തീർട്ടോ. ഞാനിപ്പോ ആ സീല് ചേഞ്ച് ചെയ്ത് അതിനകത്തെന്തെങ്കിലും വിഷയം കാണും. സീസ്, നിന്നെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു. അതാരാ നോക്കട്ടെ.
നമ്മുടെ ജീവിതം ഇപ്പോൾ നല്ലതാണല്ലേ ഗ്രൂ സ്ട്രീറ്റിൽ നിന്നെ മാറിയപ്പോ? പക്ഷെ എന്റെ മൈൻഡിൽ നിന്നൊന്നും അങ്ങോട്ട് പോകുന്നില്ല. സ്വീറ്റ്, സ്മോക്ക്, അവരെയൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. എനിക്കറിയാം ഇപ്പോ സ്വീറ്റിനെ പറ്റി എന്ത് ചെയ്യാനാണ്. എന്തേലും ചെയ്യണം, പക്ഷെ കുറച്ചുകൂടെ ടൈം എനിക്ക് വേണം. സൂക്ഷിക് നിന്നെ, ഇനി ഞങ്ങൾക്ക് നഷ്ടമാകരുത്. CJ, പ്ലാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എനിക്കൊരുത്തനെ അറിയാം, അവന് വേറൊരുത്തനെ അറിയാം. ഡോക്സിൽ കണ്ടെയ്നേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരുത്തനാണ്. ഒരു കണ്ടെയ്നറിൽ നിറച്ച് കാറുകൾ ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞ കാറാണ്. ഒരു സ്പ്രേ ക്യാൻ വെച്ച് ആ കണ്ടെയ്നർ അവൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഷിപ്പ് അവിടുന്ന് മാറ്റും. നമുക്കൊന്ന് പോയി നോക്കാം. Hey! Hold it right there! You want me to shoot you? പൈസ ഉണ്ടാക്കാൻ ഇതിൽ ഈസിയായ വഴിയൊന്നുമില്ല സീസാർ. CJ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാണ്. പക്ഷെ നമ്മൾക്ക് വേറെന്താ ക്വാളിഫിക്കേഷനാ ഉള്ളത്? ഹായ് കാൾ, അറത് ടൊറേഡോ. സോറി, എൻ്റെ തെറ്റാണ്. ഇത് എൻ്റെ തെറ്റായിരുന്നു. കാര്യങ്ങളല്ല, എൻ്റെ കൈ വിട്ടുപോയി. അടങ്ങിയിരിക്കുക. ഓ, എൻ്റെ അങ്ങ് തീർത്തേക്ക്. അല്ല, നീ എല്ലാവരും ഒരു ചരക്ക് ഡീൽ ചെയ്യുന്നവനല്ലേ? മിണ്ടാണ്ട് അവിടെ അടങ്ങിയിരിക്കുക. ഞാൻ ഡ്രഗ് ഡീലറാണെന്ന് വിചാരിച്ചോ? നിനക്കൊന്നിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാനൊരു ഗവൺമെൻറ് ഏജൻസിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ അത് റിലാക്സ് ആയിട്ടിരുന്ന് കേൾക്ക്. നീ എങ്ങനത്തെ മനുഷ്യനാണെന്ന് എനിക്കറിയാം CJ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നീ ചെയ്യണം. ഇത്തവണ നീ എനിക്ക് വേണ്ടിയൊരു ട്രക്ക് കൈയേറണം. അവിടെ ശത്രുക്കളുടെ വണ്ടിയാണ്. അവരുടെ കയ്യിൽ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് 2 പേരുടെ ജോലിയാണ്. ഒരാളൂടെ വേണം. നിന്റെ അളിയനെ കൂടെ വിളിച്ചോ. പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും പറയരുത്. എനിക്ക് ഹെൽപ്പ് വേണമെന്ന് എങ്ങനെ മനസ്സിലായി? CJ, നിന്റെ ഓർമ്മയൊക്കെ പോയോ? നീ അരമണിക്കൂർ പിന്നെയല്ലേ എന്നെ വിളിച്ചത്? We can get on the freeway here, Holmes! What do you think? Will Mexican jumping bean closer? Just a little closer, Holmes! വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഓക്കെ, വെയിറ്റ്. കാൾ, എനിക്കൊരു ഹെൽപ്പ് വേണം തവണ. നിന്റെ തല അടിച്ചു പൊട്ടിക്ക് ചറ്റേ. എൻ്റെ ചേട്ടനെ പറ്റി വിഷമിക്കാതെ, അവൻ പ്രസിഡന്റിലുണ്ട്. എല്ലാം എൻ്റെ കൺട്രോളിലാണ്. ബീവിങ് സെൽ 13. ഞാനിപ്പോൾ 2 പ്രശ്നങ്ങളുടെ നടുവിലാണ്. നിനക്കറിയാമല്ലോ, ഞാൻ ചെറ്റകളെ കൊണ്ട് ചെറ്റകളെ കൊല്ലിക്കും. ഇതാണ് എൻ്റെ പരിപാടി. നിന്റെ ചേട്ടൻ, അവൻ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടുപോയതാ. രാജ്യത്തിൻ്റെ അകത്ത് കുറെ നാറികളുണ്ട്, അതേപോലെ തന്നെ രാജ്യത്തിന്റെ പുറത്തും കുറെ നാറികൾ. ഞങ്ങളുടെ പണിയെന്ന് വെച്ചാൽ ഇവന്മാരെ 2 പേരും തമ്മിൽ തല്ലിക്കുക. നീ ആദ്യം വെളിയിൽ പോയി ഈ ബഗ്ഗി എടുക്കണം. എന്നിട്ടൊരു കാർഗോ ചോപ്പറി വരുന്നുണ്ട്. നീ അത് പോയി എനിക്ക് വേണ്ടി ക്ലാറി. എൻ്റെ ചേട്ടന്റെ സിറ്റുവേഷൻ പറയും. വിഷമിക്കണ്ട, സ്വീറ്റിനൊരു കുഴപ്പമില്ല. അവനെന്തെങ്കിലും പറ്റിയാൽ അവന്റെ പ്രസിഡന്റ് ഗാർഡ് വീട്ടിൽ പോകുമ്പോൾ അവന്റെ കുടുംബം അവിടെ കാണത്തില്ല. കാവ്, 2 ഹെലികോപ്റ്റർ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എല്ലാത്തിനെയും അടിച്ചിടും. ഹിറ്റ്ലർ സ്വയം മരിച്ചതാണെന്നും ജപ്പാനിൽ നമ്മൾ ലൂക്കിട്ടതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്.
ഏയ് ബാൻ, തനിക്കെന്താ വേണ്ടത്? എന്റെ ചേട്ടനെ വെറുതെ ഇടാൻ പറ്റുമോ? നോ നോ, ഇപ്പൊ പറ്റുന്നില്ല. നീ ഇനി എനിക്ക് വേണ്ടി കുറച്ച് ജോലികൾ കൂടെ ചെയ്യണം. തൈര് തച്ചോളി. പക്ഷെ സീറ്റിന്റെ കാര്യം ഞങ്ങൾ നോക്കുന്നുണ്ട്. താങ്ക്സ്. നീ എനിക്ക് വേണ്ടി ചെയ്തെന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നീ ഇപ്പൊ ഒരു പ്രോ ആയി മാറിയിരിക്കരുത് സിജെ. വേണേ ഇപ്പൊ നിന്റെ തലയ്ക്കും വില പറയാൻ പറ്റും. ഒരു റഷ്യക്കാരൻ നിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള അവസരം തപ്പി കിടക്കുകയാണ്. അവരുടെ സ്റ്റൈൽ അറിയാലോ, കൃഷ്ണത്തില് കട്ടിംഗ് ഫ്ലെയർ വെച്ചിട്ടാ ചോദിക്കുന്നത്. ഓ തൊലി, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ പോയി അന്നോർത്ത് വിഷയിക്കട്ടെ. അവന്മാർക്ക് വലിയ കാര്യങ്ങളുണ്ട്, നിന്റെ ഉണ്ടക്കാട്ടിലും വലിയ കാര്യം. നീ ഒരു ചെറിയ എയർപോർട്ട് മേടിക്കണം. ആദ്യം പോയി വില വേച്ച് സമ്മതിച്ചില്ലെങ്കിൽ അമ്മമാരെല്ലാം തീർത്തേക്ക്. ഇത് മെയിൻ പരിപാടികളിലേക്ക് കടക്കാൻ പോകുന്നതാണ്. കാൾ, നീ ഇവിടെ വെച്ച് പറക്കാൻ പഠിക്കണം. നിന്നെ കൊണ്ട് പറ്റും. അവിടെ ഒരു ടി വി ഉണ്ടല്ലോ, അതിനകത്ത് പറക്കുന്ന കാര്യങ്ങളും ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നീ അത് നോക്കി പഠിക്കാതെ മതി. കിട്ടിയടാ ചണ്ടി പോലെ. നീ പകുതി ഉറക്കത്തിലാണ്. നിന്നെ ഞാൻ 9 വഴിയിൽ കൊന്നേനെ. ഇപ്പം എണ്ണീറ്റൊരു കാപ്പി കുടിക്കണോ? നമുക്കിപ്പോ ഒരു പുതിയ പ്രശ്നമുണ്ട്. നമ്മുടെ കുറച്ച് പിള്ളേർക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് വേണം. കിട്ടിയില്ലെങ്കിൽ എല്ലാം രാത്രിക്ക് മുന്നേ എത്തൂ. ആ കൊണ്ടുകൊട്. നീ ഞാനോ? എന്നെ നോക്കി ആൾക്കാരെല്ലാം പല സൈഡിൽ നിന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ട്, സാറ്റലൈറ്റിലുണ്ട്. എനിക്കങ്ങനെ ഒന്നും നേരിട്ടിറങ്ങാൻ പറ്റത്തില്ല. കത്തു. ആ ശരി, പ്ലെയിൻ എടുക്ക്. റാഡറിന്റെ അണ്ടറിൽ നിൽക്കണം. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഉണ്ട്. അവിടെ നിന്നേ. ദൈവന്മാര് എന്റെ പുറകെ വന്നാലോ? ഇല്ലില്ല, ഇതിന്റെയൊക്കെ പിന്നിൽ ഞാനാണെന്ന് അവർക്ക് നിന്റെ പുറകെ ഒരു DEA, ഒരു റഷ്യൻ, ഒരു ക്യൂബൻ ഡബിൾ ഏജന്റ്. നീ അവന്മാരെ തീർക്കണം. ഇതൊന്നും ഗവൺമെന്റ് ഏജൻസിന് ഞാനില്ല. വന്നിട്ടില്ല. അവിടെ നിന്നേ. കീടനാശിനും പോലെ കണ്ടാ മതി കേട്ടോ. എനിക്കിനി ഇവിടെ വയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ പോവാ. നിനക്കൊക്കെ ആ മെഷീന്റെ വില അറിയാവടാ പട്ടികളെ. നമ്മളൊരു പുതിയ തുടക്കം. എന്നാ കിട്ടിയാവുന്നത്? നിനക്കൊക്കെ എന്താണ് പ്രശ്നം? എന്തുവാണ് ഇവിടെ നടക്കുന്നത്? എന്താ അപരാധമാണ് ഇവിടെ? അത് ബോസ് CJ വന്നിട്ടുണ്ട്. കാൾ, കണ്ടതിലുള്ളൊരു സന്തോഷം. ഫുള്ള് സീനാണ് കളിയ. അൾസർ പിടിക്കണമെങ്കിലുണ്ടല്ലോ ഒരു കസീനോ ഓപ്പൺ ചെയ്താൽ മതി. എന്തുവാണ്, പോലീസുകാരെ സീനാണോ? സ്ലോട്ട് മെഷീൻ വന്ന് തട്ടിപ്പൊട്ടിക്കുക, ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കുക. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? ഗുണ്ടായിസ് ആണെങ്കിൽ ഇവിടെ മെയിനായിട്ട് 3 ഫാമിലീസ് ആണത്. 3 പേർക്കും ആ കലിഗുല കസിനോയിൽ സ്റ്റേക്ക് ഉണ്ട്. എല്ലാത്തിന്റെയും പുറകെ പോലീസും വക്കീലന്മാരും ഉണ്ട്. ചിലപ്പോ 3 ആയിരിക്കും, അല്ലെങ്കിൽ ഒരുത്തനായിരിക്കും. അവന്മാർക്ക് എന്തെങ്കിലും കൊടുത്ത് ഒതുക്കിക്കൂടെ? ഓൾറെഡി ഇപ്പം കുറെ എണ്ണത്തിന്റെ അണ്ണാക്കിലോട്ട് തിരികെ കൊടുക്കുന്നുണ്ട്. ഈ വരുന്നവനും 3 എല്ലാം വാരി കൊടുക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് പ്രോഫിറ്റ് ഒന്നും കാണത്തില്ല CJ. നമ്മുടെ പ്രോഫിറ്റോ? അതെ, നമ്മുടെ പുതിയ കസിനോയിൽ നിന്നെ പാർട്ണറാക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? അത് കലക്കി ഊസി. ബോസ്, നമ്മൾ ഡെലിവറി സ്വർണം തകർക്കാൻ നോക്കി ഒരുത്തനെ പൊക്കിയിട്ടുണ്ട്. ഒരുത്തനെ കിട്ടിയോ? അവിടെ നിന്നേ, ഇങ്ങോട്ട് വന്നേ. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ഇതിനെയൊക്കെ വിടുന്നവൻ അറിയണം. കാറിന്റെ ഫ്രണ്ടിൽ അവനെ കെട്ടിവെക്ക്. ഞാൻ ഒരു പണി കൊടുക്കാം. നിന്നോടൊക്കെ ഫാമിലി ചോദിക്കോടാ. സിൻടാക്കോ ഫാമിലി. ഓക്കേടാ, എനിക്കത് കേട്ടാ മതി. ഓ തൈര്.
ആ തുള വീണ സൗണ്ട് തന്നെ ഇത്. കിടു ബോസ്, അത് പൊളിച്ചു. ഊസി കൊള്ളാതെ. സോ സിൻഡാക്കോ ഫാമിലി ആയിരുന്നു എല്ലാത്തിൻ്റെയും പിന്നിൽ നമ്മളെ തകർക്കാൻ നോക്കിയതിൻ്റെ ഒക്കെ അല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് അവന്മാർ? ചിലപ്പോൾ അവന്മാർ മാത്രമായിരിക്കുകയില്ല. നമുക്കിനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മാഫിയ കസീനോ പോയി അവിടെ ചൂണ്ടിടാം. ഈ കസീനോയിൽ പോയി അങ്ങനെ പുറത്തുകിടൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അവിടെ ടൈറ്റ്. ഓക്കെ, കുറച്ച് പ്ലാനിങ് വേണം, നമുക്കത് ചെയ്യാം. എന്തുവാണത്? വിഷമിക്കണ്ട CJ. ശ്രദ്ധിക്ക്, നിനക്ക് കുറച്ച് ആൾക്കാരും വേണം, കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളും വേണം, കുറച്ച് എക്സ്പ്ലോസീവ്സ് ഞാൻ റെഡിയാക്കാം. നമ്മളിവിടെ അടുത്തൊരു ഓപ്പണായിട്ടൊരു മൈനുണ്ട്, അവിടെ ചെന്നാൽ നിനക്ക് ഡൈനമൈറ്റ് കിട്ടും. ഞാനൊന്ന് അങ്ങോട്ട് വിടുക. Society. ഇത് ഊസിക്ക് കൊണ്ട് കൊടുക്കുക, ഡേഞ്ചർ സാധനമാണ്, സൂക്ഷിക്കണം. ഇത് നോക്കിയതാന്ന്. തൊലിഞ്ഞല്ലോ 47. ഓ, ശകുനം മുടക്കി ശകുനി കണ്ടകശിനി. ഈ കാലൻ്റെ കൂടെ കളിച്ചാൽ ഞാനിപ്പോഴും തോക്കുവാണല്ലോ. ബോസ്, ഈ 2 ചിപ്സ് നോക്കി, ഒരെണ്ണം ഫേക്കാണ്. അതെങ്ങനെ മനസ്സിലായി? ഇയാൾ ഞാൻ ആലോചിച്ചാൽ, അല്ലാതെ ഈ മണ്ടൻ ഈ 2 എണ്ണം കൊണ്ടിപ്പോൾ വരേണ്ട കാര്യമില്ലല്ലോ. അതെ, ഈ ഡ്രാഗണിൻ്റെ സാധനം കട്ട ഫേക്കാ. നല്ല തന്തയ്ക്ക് പറഞ്ഞ നായിൻ്റെ മക്കളും ഇച്ചിരി വിഷയമാണ്. എനിക്ക് മനസ്സിലായി ഈ പണ്ടാരവട ഉണ്ടാക്കുന്നത്. സിൻഡാക്കോ ഫാമിലിക്ക് ഇതുണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. അത് ഞാനിത് തുലച്ച് കളയും. അവിടെ ഈ സീനൊക്കെ ഉണ്ടോ, ഞാൻ നോക്കിക്കോളാം. എണ്ണിക്കടെ കാള് വന്ന്. ഹലോ, എന്താ പറ്റിയേ? നിങ്ങൾ പറയുന്നതോ ഞാൻ പറയണോ? ശരിക്കും പണി കിട്ടിയിട്ടിരിക്കുക അല്ലേ? വേണ്ട, നിങ്ങളങ്ങ് പറ. ഞാനെല്ലാം കുളമാക്കി. എൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് ചിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അഡിക്ഷൻ നിർത്താൻ പറ്റത്തില്ല. ഞാൻ റീഹാബിൽ പോയായിരുന്നു. ലിബർട്ടി സിറ്റിയിലെ ഗുണ്ടാ സംഘങ്ങളിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടത്. പക്ഷെ ഒരു കസീനോ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ 2 ഫാമിലികൾ തമ്മിൽ ഒത്തുപോകത്തില്ല. 4ാമത്തെ ഒരു ഫാമിലിയായിട്ട് ഞാൻ തന്നെ അങ്ങ് ഫോം ചെയ്തു. ഇനി ഏതെങ്കിലും ഒരു ഫാമിലി എനിക്കിട്ട് പണിയുന്നത് ഓർത്തിരിക്കുകയാണ് ഞാൻ. സിൻഡാക്കോ ഫാമിലി വിഷയമാണ്. ജോണിക്ക് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അവൻ പേടിച്ച് ചെയ്തൊരു ഹോസ്പിറ്റലിലെ ടൗണിൽ കോമ കിടക്കുക. ഈ അവസരം നോക്കിയിട്ട് അവനെ അവന്മാർ തീർക്കും. ഞാനുള്ളപ്പോൾ വേറൊരു ഫാമിലി ഈ ബിസിനസ് കയറി കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കോടാലിയോ മെഷീൻ എന്താന്ന് വെച്ചാൽ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ജോണിയെ പൊക്കാം. പേടിക്കണ്ട. CJ നമ്മുടെ കൊണ്ട് പേടിക്കണ്ട. About to try and rescue some guy and scared half to death. If you എണ്ണിക്കടെ കാള് വന്ന്. ഹലോ, എന്താ പറ്റിയേ? നിങ്ങൾ പറയുന്നതോ ഞാൻ പറയണോ? ശരിക്കും പണി കിട്ടിയിട്ടിരിക്കുക അല്ലേ? വേണ്ട, നിങ്ങളങ്ങ് പറ. ഞാനെല്ലാം കുളമാക്കി. എൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് ചിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അഡിക്ഷൻ നിർത്താൻ പറ്റത്തില്ല. ഞാൻ റീഹാബിൽ പോയായിരുന്നു. ലിബർട്ടി സിറ്റിയിലെ ഗുണ്ടാ സംഘങ്ങളിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടത്. പക്ഷെ ഒരു കസീനോ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ 2 ഫാമിലികൾ തമ്മിൽ ഒത്തുപോകത്തില്ല. 4ാമത്തെ ഒരു ഫാമിലിയായിട്ട് ഞാൻ തന്നെ അങ്ങ് ഫോം ചെയ്തു. ഇനി ഏതെങ്കിലും ഒരു ഫാമിലി എനിക്കിട്ട് പണിയുന്നത് ഓർത്തിരിക്കുകയാണ് ഞാൻ. സിൻഡാക്കോ ഫാമിലി വിഷയമാണ്. ജോണിക്ക് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അവൻ പേടിച്ച് ചെയ്തൊരു ഹോസ്പിറ്റലിലെ ടൗണിൽ
കോമ കിടക്കുക. ഈ അവസരം നോക്കിയിട്ട് അവനെ അവന്മാരെ തീർക്കും. ഞാനുള്ളപ്പോൾ വേറൊരു ഫാമിലി ഈ ബിസിനസ് കയറി കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കോടാലിയോ മെഷീൻ കണ്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ജോണിയെ പൊക്കാം, പേടിക്കണ്ട. സി ജെ നമ്മുടെ കൊണ്ട് പേടിക്കണ്ട. Man, about to try and rescue some guy and scared half to death. If he... ഊസി ലൈറ്റിട് ഒരു കിണ്ടിയും കാണാൻ പറ്റുന്നില്ല. സോറി, ഞാൻ ജനലിൽ കൂടെ അല്പം വെട്ടം കയറുക. കുഴപ്പമില്ല, ഈ സ്റ്റെപ്പ് കൊള്ളാം. ഹെയ്സ്റ്റൊക്കെ പ്ലാൻ ചെയ്യാൻ ഇതിലും നല്ലൊരു അന്തരീക്ഷമില്ല. നമ്മുടെ ഓഫീസിൽ എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അത് സാരമില്ല, ഇങ്ങനത്തെ ഒരു സീക്രട്ട് പ്ലേസാണ് നല്ലത്. ഓക്കെ, ഇനി കാര്യം പറ. ഇനി നമുക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങണം. ഓക്കെ, നിനക്ക് കസീനോടെ ലേഔട്ട് ഉണ്ടോ? ഇല്ലില്ല, ആദ്യം അതാണ് ഒപ്പിക്കേണ്ടത്. Now, ഒളിച്ചു സി ജെ, കിടുവർക്ക്. ഊസി, നിനക്ക് കണ്ടു കാണില്ലെന്നറിയാം, പക്ഷേ ഇത് ശ്രദ്ധിക്കേ. ഓക്കെ, പ്ലാൻ പറയൂ. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള മിഷനാണ്. നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കൂ. ക്യാഷ് റൂം ഏറ്റവും താഴത്തെ ലെവലിലാണുള്ളത്. ബിൽഡിങ്ങിന് താഴെ കുറെ റൂമുകളും ടണലുകളും ഉണ്ട്. കോംപ്ലക്സിന്റെ ഏറ്റവും താഴെയാണ് കസീനോ ഫ്ലോർസിനോട്ടുള്ള എൻട്രൻസ്. അവിടുത്തെ സെക്യൂരിറ്റി, CCTV, കീ കോഡ് ആക്സസ്, പിന്നെ ഒരു സൈപ്പ് വാർഡ്. കൈ ചൂണ്ടരുത് മാപ്പിൽ എനിക്ക്. സോറി, ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, അത് പ്രാക്ടീസ് ആകുമ്പോൾ മാറിക്കോളും. നമുക്കിനി ഇതില് വിശ്വസിക്കാൻ പറ്റുന്ന വേറെ ചോദിക്കാതെ കയറി വിടുന്നത് ഓർമ്മതായേ. തൈര് അവൻ പ്ലാൻ കണ്ട്. കുഴപ്പമില്ല, അവനെ പിടിച്ച് ആദ്യത്തെ മെമ്പറാക്ക്. ഇത് സീറോ ഉണ്ടാക്കിയ സ്വൈപ്പ് കാർഡ് ഹാക്ക് ചെയ്യുന്ന മെഷീനാണ്. കസീനോയിൽ ഒരു പെണ്ണ് വർക്ക് ചെയ്യുന്നുണ്ട്. അവളുമായിട്ട് കമ്പനിയായിട്ട് നൈസായിട്ട് കീ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒപ്പിക്കാം. ഞാൻ വെടിവീരൻ മനോജ്. ഓക്കെ, ഇതാണ് പ്ലാൻ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്ക്. പോലീസുകാരെല്ലാം ഞാൻ എൻ്റെ പുറകെ കൊണ്ടുവരും. നിങ്ങളൊക്കെ ആ ടൈമിൽ പൈസയും കൊണ്ട് മുങ്ങണം. അതെ, മാഫിയ എങ്ങനെയാണ് സാധാരണ പൈസ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? കിടിലൻ ചോദ്യം, സീറോ. കലക്കി കുണ്ടിപുക. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ആർമേഡ് കാറ് വേണം. റെഗുലർ ട്രക്കിനായിട്ട് നമ്മൾ പെയിൻറ് ചെയ്യും. അപ്പോൾ പോലീസ് എസ്കോട്ട്സും പോലീസ് മോട്ടോർ സൈക്കിൾസ് നമുക്ക് വേണ്ടതാണ്. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. ആദ്യം പോയി നമുക്ക് 4 ബൈക്ക് ഒപ്പിക്കാം. ഓക്കെ, ഞാൻ ബൈക്കുകൾ ഒപ്പിച്ചു. പിന്നെ ഊസി യൂണിഫോമിൻ്റെ കാര്യം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ആർമേഡ് കാറ് മാത്രം മതി. അതിൽ നമ്മൾ കസീനോടെ ലോഗോ അടിക്കും. അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മുട്ടിച്ചാൽ എന്താണ് കുഴപ്പം? വേണ്ട, ഇപ്പം പോലീസ് നമ്മളെ സ്കെച്ച് ചെയ്താൽ നമ്മുടെ മിഷൻ അത് പണിയോ? എനിക്കൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ മറ്റേ ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടോ, ഈ വലിയ സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നത്? മറ്റേ സ്കൈ ക്രെയിൻസ്. അതുപയോഗിച്ച് നമുക്ക് ട്രക്ക് ലിഫ്റ്റ് ചെയ്യാം. അതിനാദ്യം പോയി ഒരു സ്കൈ ക്രെയിൻ മോട്ടിക്കണ്ടേ? എനിക്കറിയത്തില്ല, ഞാൻ പൈലറ്റല്ല. ഇവിടെ ഒരു പൈലറ്റ് തുചിക്കനും ഇല്ല. ഞാൻ തന്നെ ഓടിക്കാൻ പോകും. സാധനം കൊണ്ടുവന്നിട്ട് റീസ്പ്രേ ചെയ്യാം. മക്കളെ, നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കൂള് കിട്ടിയപ്പോൾ ഇത് പവർ കയറി. ഇപ്പം എല്ലാം ഫിക്സ് ആയോ? എണ്ടി ഒരു കുഴപ്പമില്ല. ഇപ്പോഴും എൻ്റെ പണി കിട്ടിയിരിക്കുക എനിക്ക്. പക്ഷേ മൈൻഡ് ഇപ്പോൾ ഇച്ചിരി ഓക്കെ.
നമ്മൾ ഇനി എന്ത് ചെയ്യും പല്ലിക്ക്? മാഫിയ ആവാണെങ്കിൽ എപ്പോൾ വേണേലും എൻ്റെ തലകൊട്ടി പൊട്ടി തെറിപ്പിക്കും. തൈര് എൻ്റെ ഈ ബ്യൂട്ടിഫുൾ ഫിത്തിയൊക്കെ അവന്മാർ നശിപ്പിക്കും. ഹേയ് മാൻ, കുറച്ച് റിലാക്സ് ആവും. അതെ CJ, എനിക്ക് സോറി. ഒന്നടങ്ങണേ. അതെ, പോത്തിൻ്റെ കൊമ്പിൽ പിടിക്കുക. CJ ഇങ്ങോട്ട് വാ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെന്നെ കൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നീ എൻ്റെ കൂടെ തന്നെ നിന്നോണം. ഓക്കെ, നീ വിഷമിക്കാതെ. കേട്ടോ, ഇത് സീനാവും തോന്നുന്നു. ശ്രദ്ധിക്കുക, എല്ലാം നമ്മുടെ കൺട്രോളിലാണ്. നീയാണ് ബോസ്. റോസൻബർഗ് വന്നത് പറയണ പട്ടികളെ. ഏത് കൂടി? കെൻ റോസൻബർഗ്. ഈ സിറ്റി എൻ്റെ കാലിൻ്റെ ഇടയിലാണ് നായേ. ജോണിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അവൻ നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. കെൻ എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ല. ഹായ് ജോണി. ഇതവനല്ലേ? ഇതവൻ തന്നെ. ദൈവമേ, കാലൻ വളരെ നെഞ്ചിനകത്തെന്തോ പോലെ. കാലൻ ചത്തം തോന്നുന്നു. Meat. Got the extinguisher. I got the extinguisher. Take those guys out. I'll put out the. You want to leave this man to Caligula's. You calm down and follow my lead. കെൻ, നീ ശാന്തനാണ്. കാമാണോ ഞാൻ? എത്രയാണോ പറയണം കാമാന്ന്? ചാടരുത്. ദൈവമേ, കാലം ചാടിയാൽ മതിയായിരുന്നു. ചാടരുത്. ഇതേതായി കോമാളി? മാൻഡോഗ് ഇവിടുത്തെ സീൻ റാപ്പറായിരുന്നു വെച്ചാലേ. മാൻഡോഗോ? കേട്ടിട്ടുണ്ടല്ലോ. കസീനോയിൽ പോയി ബെറ്റ് വെച്ച് പൈസ എല്ലാം കളഞ്ഞപ്പോൾ വട്ടായി. ഏയ് മാൻഡോഗ്, എന്തുകൊണ്ട് കാണിക്കുന്നേ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതേതായി കോമാളി? ഓടാക്കും. ഞാൻ എടുത്ത് ചാടാൻ പോയി ഇവിടുന്ന്. ഞാൻ ഫീൽഡ് ഔട്ടായി. പിടിച്ചിക്ക്. നമുക്കെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഓടാ പട്ടി. പുതിയൊരു കോമാളി വന്നു. ഇപ്പം എല്ലാവർക്കും ആ പട്ടിയെ മതി. ഓജിലോക്കോ അങ്ങനെന്തോ പറഞ്ഞൊരു കോമാളി ഇപ്പം മരിക്കുന്നത്. ഒരു തരിന്തു ചിക്കൻ. ഞാൻ ചാടിച്ചാ പോവാ. മലബാർ. നിനക്ക് പുതിയൊരു മാനേജറിനെ വേണം. ഞാൻ നിൽക്കുന്നുണ്ടില്ലേ പണ്ടാരം. More action. It's time. I'm gonna do it. ഓക്കെ, ഞാൻ നിന്റെ പിന്നെ കാണുന്നുണ്ട്. എനിക്കൊരു മാനേജറിനെ വേണം. മിസ്റ്റർ റാലൂഫി, ജെന്റിൽമാൻ, എല്ലാവരും ഇതിൽ ഒപ്പുവെക്കുക. ജെന്റിൽമാൻ അല്ലെങ്കിൽ പാർട്ണേഴ്സ്. അത് മതി. വയറ്റിലെ അപ്പി ഫുള്ള് ഇപ്പം തലയിലോട്ട് കയറി വരും. ഇതേതായി കുണ്ടിത്തലയൻ? സാർ, എൻ്റെ പേര് കാൾ ജോൺസൺ. റോസൻബർഗുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോയിയായിട്ട് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ജോയി അറിയാവോ? ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറമ്പനെ, എന്താണ് കാര്യം? എന്നെയാണ് ഡീൽ ഒപ്പിക്കുന്നത്, ഞാനാണ് പണി നടത്തുന്നത്. അതാണ്, ഒറ്റയ്ക്കെല്ലാം ചെയ്യും. CJ നഗരത്തിലെ ഏറ്റവും വലിയ സീൻ. ഓറൽസ് കുറച്ച് ആൾക്കാരെ എന്നെ തീർക്കാൻ വേണ്ടി അയക്കുന്നുണ്ട്. അവന്മാരുടെ ഫ്ലൈറ്റ് ഓൺ ദ വേ ആണ്. കുറച്ച് പിള്ളേരെ അയക്കാനിരിക്കുമായിരുന്നു അവന്മാരെ വെൽക്കം ചെയ്യാൻ. എനിക്ക് ഒറ്റയ്ക്ക് ഡീലാക്കാം. 100% ഞാൻ പവർ എന്താന്ന് കാണിച്ചു തരാം. ഹേയ് കാൾ, കുറെ കാലമല്ലേ കണ്ടിട്ട്. തൊലി, നിങ്ങളെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കത്ര വിശ്വാസമില്ല. ഇങ്ങോട്ട് വന്നേ. ലാസ്റ്റ് നമ്മൾ കണ്ടുമുട്ടിയ പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. നിങ്ങളുടെ യൂണിഫോം പോകാതിരിക്കാനുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. കാൾ, ഞങ്ങൾ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലായില്ല. ഇത് യൂണിഫോം കീപ്പ് ചെയ്യുന്നതിനെ പറ്റിയല്ല. കാൾ, നമ്മളൊക്കെ ഒരേപോലെയാണ്, നീയും ഞാനൊക്കെ. ഒരു പണി കിട്ടി അതിൽ നിന്ന് തലേ ദൂരാൻ നോക്കുന്നവരാണ്. എനിക്ക് ടയറിലും പണിതാൽ അത് ഞാൻ നിന്നെ ഏൽപ്പിക്കും. നീ അത് ഡീൽ ചെയ്യും.
ചിക്കൻ മേടിക്കാൻ പോയ ഹെർണാണ്ടസ് എന്തിയാ കഴിവേറി? എന്തു ഓളിയാ, ചിക്കൻ ഗ്രില്ലടിക്കുവാണോ? ഓ, ആരടാ ചിരട്ടപ്പട്ടി നിന്റെ അളിയൻ? മാൽവാടയിൽ ഒരു പറഞ്ഞ ടൗൺ ഉണ്ട്. അവിടെ ഒരു തൊലിഞ്ഞ ഒരു DA മീറ്റിംഗ് നടക്കുകയാണ്. അവന്മാരുടെയും ഞങ്ങൾക്ക് വേണ്ടാത്ത കുറച്ച് ഫയൽസ് ഉണ്ട്. അവിടെ പോവുക, എല്ലാത്തിനെയും തീർക്കുക, എന്നിട്ട് ആ ഫയൽസും കൊണ്ടുവരിക. ഓക്കെ, നാവിക്ക് താഹോളികൾ തൊഴിച്ചത്. ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്തില്ലല്ലോ കൗ. ഞാൻ ചുമ്മാ ഇങ്ങനെ നിൽക്കരുത്. അല്ലേലും ഒരു തൈരുമില്ല. ആ ഫയൽ അതിങ്ങി തന്നേ. ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? എനിക്കറിയത്തില്ല എടി, നമ്മുടെ പയ്യനെല്ലാം റെഡിയാക്കി ചെയ്തിട്ടുണ്ട്. ആന കഴിവേറി മോനെ, നീയാണ് ഞങ്ങളെ ഒറ്റുകൊടുത്തത്. കുഴിയെടുക്കൂ കാൾ. എടി, ബാക്കി കാര്യങ്ങൾ നീ നോക്കുക. അല്ല, താനവിടെ പോവാ. വെള്ളമടിച്ച് കവച്ച് കീറിക്കിടന്ന് ഉറങ്ങാൻ പോകുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാൾ, അടുത്ത ജന്മത്തിൽ കാളാ. കുഴിക്കടാ, കുഴിക്ക്. രണ്ടുപേരെ ഇതിനകത്തിട്ട് കുഴിച്ചു കൂടാനുള്ളതാണ്. ടെൻപന്നി നമ്മളെല്ലാരും യൂസ് ചെയ്യുകയാണ്. അടുത്തത് നീയാണ് എടി. ഇടാ എടി ആരാ? നിന്റെ തന്തയോ? പൊളസ്കി, ഓഫീസർ പൊളസ്കി. The boys, they fooled around with her at the... എടി, അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? വണ്ടാരം ബ്രേക്ക് ചോദിച്ചതാ. എന്താണ് അവസാനത്തെ ആഗ്രഹം? പെങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്റെ ഇവിടാ പട്ടികളെ, ഞങ്ങൾ നിന്റെ ഉണ്ടയെ കരണ്ടടിപ്പിക്കാൻ പോവാ. കാൾ, അളിയാ മോനെ വാ. ഈ തീട്ടക്കണ്ടി പറഞ്ഞത് കറക്റ്റാണ്. നീ ആ ഫോറൻ ലീവാണങ്ങൾക്കെതിരെ ചെയ്ത പണി പൊളിച്ചു. സാൽവട്ടോർ ലിയോണോട് കളിച്ചാൽ എന്ത് നടക്കുമെന്ന് ഇപ്പൊ അവന്മാർക്ക് മനസ്സിലായി. സെന്റ് മാർക്കോ അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റി നിനക്കെന്താണ്? ലിബർട്ടി സിറ്റി കയറി കളിക്കാനോ? ഞാൻ റെഡിയാ, ആള് വേണം. ആരെയാന്ന് വെച്ചെടുത്തോ, എനിക്ക് അടി പാഴന്മാരെ മതി. ഞാനും കൂടെ. നമ്മുടെ പണ്ടത്തെ മാസ് സീനുകളൊക്കെ ഓർത്തു നോക്ക്. എന്നെ കില്ലർ കെൻ എന്നായിരുന്നു എല്ലാരും വിളിച്ചോണ്ടിരുന്നേ. കില്ലർ കെൻ ഓർക്കുന്നില്ലേ? ഇവനെയും കൂടെ ടീമിലെടുക്കണം. CJ, നിന്റെ വർക്ക് പൊളിച്ചു. ഇപ്പൊ നാട്ടിലായിരുന്നു നിന്നെ പറ്റിയാ സംസാരിക്കുന്നത്. പിന്നെ ആ മണ്ട ഉദ്ദികൾ എന്തെടുത്ത് അവന്മാരെ വഴി ഇറക്കി വിട്ടു. ഓക്കെ, നമ്മൾ തമ്മിൽ ഇനി അധികം കോണ്ടാക്ട് വേണ്ട. ആൾക്കാർ മിസ്റ്റർ ലിയോൺ. 6 അടി ഇല്ലെങ്കിലും ഞാൻ 6 പാക്കാണ്. നെക്സ്റ്റ്. എന്ത് പേര്? ഞാൻ കഴിഞ്ഞില്ല. ഇവിടെ കയറി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് എത്രമാത്രം ഉണ്ട വേണമെന്ന് അറിയാവോ? ഞങ്ങൾ കുറച്ചുകൂടെ ഒരു മാസത്തിലുള്ളവരെയാണ് നോക്കുന്നത്. ഓക്കെ, ഞാനൊരു പാട്ട് പാടി കാണിക്കാനാണ്. ചെറുതാണ്, പക്ഷെ പെർഫെക്റ്റ് ആണ്. സ്ത്രീകൾക്ക് എന്നെ വേണം, ആണുങ്ങൾക്ക് എന്നെ പൊലാവാനാണ് ആഗ്രഹം. പന്ന കുണ്ടികളെ. കസീനോ പരിപാടി വള്ളിയാണല്ലോ. എനിക്ക് ബിസിനസ് ചെയ്യണം. ഈ കോമാളിത്തരം കാണാൻ വയ്യ. ഇവിടെ കഴിവുള്ള ആരില്ലേ? CJ, ഞാൻ എൻ്റെ അടിയും വലിയെല്ലാം നിർത്തി. CJ, എനിക്ക് വീട്ടിൽ പോകണം. അതിനെന്താ, ഞാൻ കൊണ്ടുവിടാം. എവിടാ വീട്? അതെൻ്റെ മാൻഷൻ. എൻ്റെ മാൻഷൻ സീസ് ചെയ്തു. IRS ആണോ? ബിഗ് പോപ്പ. ആ മരുന്ന് കച്ചവടം മാറിയോ? ഇത്രയും പേരുണ്ടായിട്ട് ആ വാളത്തിന്റെ അടിയിൽ തന്നെ പോയി പെട്ടു. CJ, സോറി, എൻ്റെ പവറൊക്കെ പോയി. തലയ്ക്ക് വെളിവില്ലാതായാലും ഇങ്ങനെയുണ്ടോ? ഈ വാളം അവിടുന്ന് ചാടിച്ചെത്താ മതിയായിരുന്നു. വാ, നമുക്ക് ഫിക്സ് ചെയ്യാം. എല്ലാവരും വാ. CJ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ സേഫാ. കോഡ് ഡോഗ് സീസർ കൂടെയുണ്ട്. നീ സൂക്ഷിക്ക.
എല്ലാം സെറ്റല്ലേ? അതെ അതെ, എല്ലാം കിട്ടും. നിങ്ങളെ ഞാൻ ബാക്ക് ഡോർ വെച്ച് കാണാം. കാൾ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? കാൾ കൂളായിട്ടിരി, ടെൻഷൻ ആവണ്ട. ഇല്ലാണോ ഞാൻ എത്ര തവണ പറയണം കൂടാന്ന്? സ്റ്റാഫ് ഡോർ ചെല്ലുക, കയ്യിലുള്ള സ്വൈപ്പ് കാർഡ് വെച്ച് ഡോർ ഓപ്പൺ ചെയ്യുക. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പുതിയ ആളാണോ? അതെ, ഞാൻ ജെറിക്ക് പകരം വന്നതാ. ജെറി ഏതായി ഉണ്ടാതിരിക്കണം നായെ. ചുമച്ചതാ. വെന്റിലേഷൻ കണ്ടോ? അതിനകത്തൂടെ സ്മോക്ക് എടുത്ത് അകത്തോട്ടെറി. ഞങ്ങൾ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് വിഷൻ ഗൂഗിൾ വെച്ച് നിനക്ക് എല്ലാം കാണാം. ടീം സേഫിലോട്ട് പോകുന്നത് വരെ നീ അവരെല്ലാം വെടിവെച്ചിട്. സിജെ, കസിനോടെ റൂഫിലോട്ട് പെട്ടെന്ന് ഇല്ലേ, എന്നിട്ട് അവിടെ ഒരു പാരച്ചൂട്ട് ഉണ്ട്, അതും കൊണ്ട് ഹെലികോപ്റ്ററോട്ടിയാണ്. Tell Berkeley. അളിയ, എന്റെ ഷെയറിനെ It's പറ്റിയൊന്നും came പറഞ്ഞില്ല. out. So we എന്നാ പിടിച്ചോ ഓമാളി. എന്തു പറ്റി? സൗണ്ട്സ് ഒക്കെ അവിടെ എന്തോ പ്രശ്നമുണ്ട്, ടെക്നിക്കൽ മിസ്റ്റേക്ക്. സൗണ്ട് ഒന്നും വർക്കാവുന്നില്ലല്ലോ. കോപ്പ് ഈ മെഷീൻസിന്റെ കുഴപ്പമാണ്. എല്ലാം സെറ്റ് ചെയ്യടെ. തൈര് മൂട് പോയല്ലോ, ആ ഫ്ലോ അങ്ങ് പോയി. കാൾ ടൊറേനോയോ? ടച്ചോളി ഇവിടെ ഹാക്ക് ചെയ്ത? എന്താണ് ഇവിടെ നടക്കുന്നത്? ശ്രദ്ധിക്ക്, നീ എനിക്ക് വേണ്ടി ഒരു പണി കൂടെ ചെയ്യണം. എനിക്കിത് ചെയ്യാൻ പറ്റില്ല ടൊറേനോ. ഞാൻ വെളിയിലുണ്ട്, വാ ഒരു റൈഡ് പോവാം. ഓ തൊലിഞ്ഞ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹേയ് ഡോഗ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, പിന്നെ കാണാം. നീ ഒരു ഷിപ്പിൽ നിന്ന് ഒരു അഡ്വാൻസ്ഡ് മിലിറ്ററി ജെറ്റ് അടിച്ചു മാറ്റണം. അതും കൊണ്ട് കുറച്ച് സ്പൈ ഷിപ്പുകൾ വെടിവെച്ച് വേണം. ആ ബോട്ടിൽ നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്, പോയി എടുക്ക്. എങ്ങനെയാണെന്ന് എനിക്കറിയണ്ട, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. ആരുടേത്? ഇപ്പൊ വലിയ മുതലാളിയൊക്കെ ആയല്ലടാ, നമ്മളൊന്നും ഓർമ്മയില്ലേ? ഇറങ്ങിപ്പോടാ കിളവാ, നീ കാരണം കുറെ തവണ ഞാൻ പെട്ടിയിലാവേണ്ടതായിരുന്നു. ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. പടിയായിക്കോടാ പട്ടി. കാൾ ചുമ്മാ തമാശ കാണിക്കാതെ, ചിരിക്കാനുള്ള ടൈമില്ലിപ്പോ. ആ ഫോൺ എടുക്ക്. കാൾ, ഞാൻ ആ സ്വീറ്റ് എന്താന്നത് അവരെന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി. അവിടെ തന്നെ എനിക്ക് സേഫായിട്ട് ഞാൻ വരുവാ. നീ എന്തോ മിഷന്റെ കാര്യം പറഞ്ഞല്ലോ? അതൊന്നുമില്ല, പോയി ചേട്ടനെ പിക്ക്. ബ്രോ, ആ പറയണിയ. ഞാനല്ല, ഓക്കെയാണ്. നമുക്ക് പുതിയൊരു സ്പോർട്ടെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കസീനോയിൽ നമുക്ക് ഷെയർ ഉണ്ട്, ഫിയറോയിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ റിച്ച് ആണ്, ഇപ്പൊ സീനാണ്. അതൊക്കെ കുറച്ച് പുതിയ തുണിയെടുക്കാം. നീ എന്ത് പോത്തിന്റെ തീട്ടത്തെ പറ്റി പറയുന്നത്? എന്താണ് സ്മോക്ക്? എന്റെ സാധനമല്ല, നിന്റെയാണ്. എന്താണ് കാൾ ഇങ്ങനൊക്കെ പറയുന്നത്? ഫുഡിൽ എന്തൊക്കെ നടന്നു എന്ന് എനിക്ക് അന്വേഷിക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ വിഷയം. എനിക്ക് ഫുഡിന്റെ കാര്യത്തെ പറ്റി ഒരു ചിന്തയില്ല. അവിടെ ഫുള്ള് സീനായിരിക്കുക. നീ ഫുഡിലോട്ട് പോരുത്. ഇല്ല, ഞാൻ അവിടാണ് നിൽക്കേണ്ടത്. അല്ല, ഈ ഫുഡ് എനിക്ക് വേണ്ടി എന്ത് ചെയ്ത്? എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആർക്കേലും ബ്ലണ്ടർ വേണോ? ബ്ലണ്ടർ ലേറ്റസ്റ്റ് സാധനം. സ്റ്റീല് പോലീസുകാർ. പട്ടി, അത് അമ്മയുടെ മിക്സി ആയിരുന്നു. തൈര് ഇവിടെ ഫുള്ള് തന്തയില്ലാത്തമാര് കയ്യേറി. ബാ വീട്ടിൽ പോവാം. ഇതാണ് നമ്മുടെ വീട് നായേ. ഈ കോമാളികളെല്ലാം ഓടി. മാൻ ഇവിടുന്ന് ഇറങ്ങ്, കെൻഡലിനെ പോയി കാണാം. കെൻഡൽ ഇവിടെ വരും, ഇവിടെ വന്നെന്നെ കാണും. ഇങ്ങിടുവാ.
റോം ഒരു ദിവസം കൊണ്ടല്ലടാ ഉണ്ടാക്കിയത്. പിച്ചുമ്പിയൊക്കെ പറയുന്ന ഈ കോമാളി ഇറക്കണ്ടായിരുന്നു. കത്തിക്ക് ആ കോമാളി എന്തോടാ കളയടാ അത്. ഞാൻ എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെ സാധനം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. നിനക്കെന്താണ് കുഴപ്പം? ഇതാണ് നമ്മുടെ ഫുഡിനെ മുഴുവൻ നശിപ്പിച്ചത്. പിന്നെ ഞാനൂടെ സ്വീറ്റ് നിനക്ക് പറയേണ്ട ആവശ്യമില്ല. നിനക്കിനെ പറ്റി എന്തറിയാം? ഇതാണിപ്പോ ഭരിക്കുന്നത്. ആ മാറിക്ക് കൂടി മോളെ. അവളുടെ ഒരു ബീബപ്പ് ഇറങ്ങിപ്പോടി പട്ടി. ആദ്യം ബീഡപ്പിന്റെ വീട്ടിൽ പോണം. പറയടാ പട്ടി, എവിടെടാ സ്മോക്ക്? എവിടെടാ കോമാളി? ആ സ്മോക്ക് അവന്റെ വീട്ടിൽ നിന്ന് സോഫയിൽ ഇരിക്കുകയാണ്. അവന്റെ ബിസിനസ് എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിന്റെ നാക്ക് ഞാൻ പറിച്ചു കൊള്ളിലിടും. അവന്റെ ആൾക്കാർക്ക് അവനോടാന്നറിയത്തുള്ളൂ. ഏയ് ബിയർ, ഇവന്മാരെല്ലാം അടി, ഈ കോമാളികളെ അടിക്ക്. പറഞ്ഞത് കേട്ടില്ലടാ പട്ടി. മാറിക്കടാ തേക്കാത്തലയാ കോമാളി. നിന്റെ അടിമയല്ല ഞാനിനി. നിന്റെ കക്കൂസ് കഴിയാൻ മടുത്തു. സീജെ, എന്നെ നിങ്ങളുടെ ടീമിൽ തിരിച്ചെടുക്ക്. പണ്ടത്തെ പോലെ 20 രൂപ തന്നാ മതി ഫുൾ ടൈം. ഓക്കെ വാ. യോട്ടോ എന്തൊക്കെയുണ്ട്? ആ സീജെ അളിയാ, കുറച്ചുകൂടെ ഒരു ഈ കോമാളിക്ക് നല്ല രീതിയിൽ പാട്ടുണ്ടാക്കാൻ അറിയത്തില്ല. ഇടയ്ക്ക് ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് ക്രിയേറ്റീവായിട്ട് വരട്ടെ. എന്തുവാടേ സാരമൊന്നും വരുന്നില്ലേ? ഒരു മിനിറ്റ് ഈ വീഡിയോ പോസ് ചെയ്. നീ ഇപ്പൊ ക്ലീൻ അല്ലേ? നീ ഇപ്പൊ ഒന്നിനെ പറ്റി പേടിക്കാനൊന്നും ഇല്ലല്ലോ. ആ കള്ള വ്യാജൻ ഓജി ലോക്ക് തന്നില്ലാത്തവൻ. ലോക്കോ? അവനൊരു കഴിവ് കെട്ടവനല്ലേ. അവനുണ്ടാക്കുന്ന പാട്ടൊക്കെ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. അതെന്റെ റൈം ബുക്കുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. അതെന്റെ പൈസയാണ് സീജെ. അവന്റെ ഇരിക്കുന്ന പൈസയും കാര്യങ്ങളും ഒക്കെ എനിക്ക് വരേണ്ടതാണ്. ഓക്കെ, നമുക്കെന്നാ അവനെ പോയി ഒന്ന് കാണാം. നിനക്കൊന്നും എന്നെ ഒരു കിണ്ടി ചെയ്യാൻ പറ്റത്തില്ല പട്ടികളെ. കോമാളി, നീ എന്റെ ബ്രദറിനെയും ഊക്കാൻ നോക്കിയതല്ലേ? അതെ, നമ്മുടെയൊക്കെ കലാകാരന്മാരല്ലേ. കലാകാരൻ ചുണ്ണി, നീ ഒരു കിണ്ടിയല്ല, നീ കോപ്പിടി വീരനാണ്. അമ്മടെ കോപ്പിറൈറ്റ് അടിക്കാൻ നോക്കുമ്പോ ഇതാണ് പൂത്ത പണം എടുത്ത് നിന്റെ ഹൂതിയിൽ തിരികെ. എന്താണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? നമ്മുടെ പയ്യനെ വിട്. ഞാനാണ് മാനേജർ. ഇനി തൊട്ട് പാട്ടൊക്കെ ഞങ്ങൾ ചെയ്യും. താടാ പട്ടി എന്റെ റൈമുക്ക്. പടിയായിക്കടാ, ഇല്ലെ കുണ്ടിയിൽ ഗുഡ് വെച്ച് പൊട്ടിക്കാൻ ഞങ്ങൾ. ഹലോ സീജെ, വാടാമനെ എവിടെയായിരുന്നു? ആ കാര്യങ്ങളൊക്കെ എല്ലാം പഴയതുപോലെ നടക്കാൻ പോകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഫുഡിലുള്ള പഴയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നല്ലോ. ഇവരോട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു. ഗ്രോവ് സ്ട്രീറ്റ് തിരിച്ചു വന്ന കാര്യം ഇത് ഇച്ചിരി സീനാക്കാതിരി. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കമ്മിറ്റ്മെൻ്റൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിക്ക്. കുറച്ച് കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് സെറ്റാക്കിയില്ലെങ്കിൽ ഈ ഏരിയ ഫുള്ള് കുളമാവും. എപ്പോഴും ഓരോന്ന് പകുതിയാക്കിയിട്ട് നീ മുങ്ങും. ഒരു റാപ്പർ കോമാളിയുടെ അവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സ്വീറ്റ്, ഈ ഉഡിന് വെളിയിലും ലോകമുണ്ട്. നമ്മൾ ഇവിടുന്നാണ് തുടങ്ങിയത്, ഇവിടെ തന്നെ നമ്മൾ അവസാനിക്കുകയും ചെയ്യും. നീ അതൊന്നും മാർക്കറ്റ് നായേ. തൊലിക്ക് ആരെങ്കിലും ഫിറ്റി പോന്ന അവരാത് എഴുതി വെച്ചാൽ നമ്മുടെ ഫുഡിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കൊന്നുമില്ലെന്നുള്ള മട്ടിൽ നീ ആക്ട് ചെയ്യരുത്. എന്നാ വാ, കുറച്ച് ബള്ളാസിൻ്റെ കുണ്ടി കയറാം. ഇതാ സീജെ, കുറച്ച് മണം. അവന്മാരും മരുന്ന് വിറ്റുണ്ടാക്കിയ പൈസ എന്നാലും ഇരിക്കട്ടെ. മിണ്ടായിരി കോമാളികളെ, ടിവിയുടെ വോളിയം കൂട്ടി വെക്ക്. ഓഫീസർ എഡി പ്ലാസ്കിയും ഫ്രാങ്ക് ടെൻബെല്ലിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നാർക്കോട്ടിക്സ്, കറപ്ഷൻ, അസോൾട്ട്, കൈക്കൂലി ഇതൊക്കെ ചുമത്തിയാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്തയില്ലാത്തവന്മാരുടെ ഫാം കത്തിച്ച് കളഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനെ തീർത്തു. 20 കൊല്ലമെങ്കിലും അകത്തിടക്കും. 20 പോലീസുകാരൊക്കെ 5 കൊല്ലം കൊണ്ട് വേണേ ഇറങ്ങും. ജിമ്മി ഹെർണാണ്ടസ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ്റെ മരണവും കൂടെ ഉണ്ടായിരുന്ന എഡിയുടെ ഒടിവിൽ പോക്കും. താണ്ട അവർ കോർട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു.
ആവശ്യമായ തെളിവുകൾ നിരത്താത്തതിന്റെ പേരിൽ അവർക്കെതിരെയുള്ള എല്ലാ ചാർജുകളും കോപ്പ് പാണ്ടാരം പോത്തിന്റെ തീട്ടും. കണ്ടോ, സിസ്റ്റത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നല്ല കൊണച്ച വിധിയായിപ്പോയി. ലോസ് ആൻഡോസ് ഫുള്ളിന്ന് പണിയാവുമല്ലോ, എല്ലാരും റോഡിറങ്ങി കത്തിക്കും. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഫുള്ള് സീൻ. ആൾക്കാരൊക്കെ തെരുവിലിറങ്ങി തന്തയിലായ്മ കാണിച്ചു കൂട്ടും, തമ്മിലടിയും. ഫുള്ള് വിഷയമാണ്. നമ്മുടെ ഹുഡിലൊന്നും ഉണ്ടാവരുത്. CJ, നമുക്ക് പെട്ടെന്ന് ഹുഡിലോട്ട് പോകണം. നമ്മൾ അവിടെ ഇല്ലെങ്കിൽ അവിടെ ഫുള്ള് പ്രശ്നം ഉണ്ടാവും. ഭാഗ്യം ഇവിടെ എല്ലാം കൺട്രോളില്ല, ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ തുടങ്ങിയില്ല. ഓക്കെ, എന്നാ പിന്നെ സ്പോട്ട് നോക്കി ഒരുത്തനും നമ്മുടെ ഹുഡിൽ കയറി കളിക്കാൻ പോകുന്നില്ല കേട്ടല്ലോ. എന്താ വിഷയം? ഫുഡ് ഏകദേശം ഇപ്പൊ നമ്മൾ കൺട്രോളായിട്ടുണ്ടോ? എനിക്കറിയാം, നീ പോയി കഴിഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടും. പോടാ ഒമാളി, നിനക്ക് വേണ്ടിയിട്ട്. ഫാമിലിയുടെ പനിയൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം കേട്ടോ. ഈ ഊക്കൊന്നും നടത്താൻ വഴിയുണ്ടോ? ഈ മാസ് ഊഫ് എന്തോ നടത്തണം. എൻ്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാനാണ് ചെയ്ത് കൊടുത്തോണ്ടത്. അമ്മയുടെ ഓപ്പറേഷന് ഞാനാ നടത്തിയത്. നീ ലിബർട്ടി സിറ്റി പോയി സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതും 5 കൊല്ലം. ഇപ്പൊ നീ എന്തോ പറയുന്നത്? നിനക്കെന്താ നീ വരെ പരേടുന്ന? ഇങ്ങനെ കൊണവർത്താൻ കാൾ എനിക്ക് ഹെൽപ്പ് വേണം. ഇച്ചിരി സീനിൽ പെട്ടിരിക്കുക. ഞാൻ നിങ്ങളെ ഒരുപാട് സഹായിച്ചതാ. എന്റെ ഫുഡിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുള്ള് ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്. എന്റെ പഴയ ഗ്യാങ്ങിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അവിടെ കുറെ ദുജിങ്കന്മാരുണ്ട്, അവന്മാരെല്ലാരും തീർക്കണം. അതിലും വലിയ സീനാണ് ഞങ്ങളുടെ ഫുഡിൽ നടക്കുന്നത്. ഞാൻ എന്റെ അണ്ണന് പ്രോമിസ് കൊടുത്തിരിക്കുക. സീസറെ വണ്ടി എടുക്ക്, ഞങ്ങൾ 60 രൂപ. താങ്ക്സ് CJ. ബിഗ് സ്മോക്ക് എവിടെ ഉള്ളത് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവനെ പോയി തീർക്കാം, സമയമായി. സ്വീറ്റ് പറ, സ്മോക്കിനെ കൊല്ലേണ്ട സമയമെത്തി. ജോൺസൺ ബ്രദേഴ്സ് ആ പന്നിന്ന് തീർക്കും. അവൻ ലോസ് ആൻഡോസിലുണ്ടെന്ന് ഉറപ്പാണോ? അതെ, ഒരു പഴയ വെയർഹൗസിലാണ്. അവന്റെ കാര്യം എന്താ തീർന്നു? സ്വീറ്റ്, ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് പോണം. അതെന്താ? സ്മോക്കിനെ ചതിച്ചു നമ്മളെല്ലാരും. പക്ഷെ ഫാമിലിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടായിരുന്നപ്പോഴാണ് ഞാനിപ്പോൾ ഒന്ന് മുങ്ങിയത്. ബ്രയൻ മരിച്ചത് ഞാനില്ലാത്തതുകൊണ്ടാണ്. ഇതും ബ്രയനും നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കുമാണ്. 4 ഗ്രോവ് സ്ട്രീറ്റ്. CJ, നീ വരുമെന്ന് എനിക്കറിയാമോ. അതുകൊണ്ട് എനിക്ക് ഒരു തീട്ടവും ഇല്ല. എന്റെ കുണ്ടി കെട്ടി പൊളിക്കാൻ ഞാൻ അവിടെ വന്നത്. എന്റെ പോലീസുകാർ ഫ്രണ്ട്സിനെ ഞാൻ തീർക്കും. ഓപ്പ് ഈ ഐറ്റം കൊള്ളാലോ. ഈ ടെൻപനി ആ പാട്ടി. പോലീസ് ആ വാണങ്ങളൊക്കെ കഴിഞ്ഞ് അമാരൊക്കെ ഫീൽഡ് ഔട്ടായി. CJ, നിനക്കിപ്പോ ഒരുപാട് പൈസയും അധികാരവും ഉണ്ട്. അതേപോലെ തന്നെ എനിക്കും എന്റെ ആർക്കും തൊടാൻ പറ്റത്തില്ല പോവും. അതുകൊണ്ട് എനിക്കൊരു കോപ്പുമില്ല. എന്തോ ആയാലും സംസാരിച്ചൊക്കെ മതി. നിനക്ക് നിർത്തിക്കൂടെ ഇത്? നമ്മളൊക്കെ ഒരു കുടുംബം പോലെ ആയിരുന്നു. എനിക്ക് ചോയ്സ് ഇല്ലായിരുന്നു. എനിക്ക് ചെയ്തിരുന്നു. ഞാനൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു. ഞാൻ പോയി കഴിഞ്ഞ് എല്ലാരും എന്നെ ബിഗ് ബ്ലോക്ക്. നീ ഇവിടുന്ന് ജീവനോടെ പോത്തുകളാ പട്ടി. നിന്റെ ചേട്ടൻ എവിടാ? എന്റെ പുറകിൽ നിന്ന് വെടിവെക്കാനുള്ള പരിപാടിയല്ലേ? എന്റെ മുഖം മൂടിയൊക്കെ കഴിഞ്ഞു. ഉണ്ടാതെ ഈ പെട്ടിക്കകത്ത് മുഴുവൻ കാശ് ഇറക്കണം പട്ടി. കൊണ പറഞ്ഞിരിക്കാൻ സമയമില്ല. ഓഫീസർ, ഇപ്പൊ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ? കൂടെ ആരും ഇല്ലല്ലോ. ഉണ്ടായിരുന്നവന്മാരൊക്കെ തീർത്ത് 2 വെളിയിൽ നിൽപ്പുണ്ടാ. പേടിക്കാനൊന്നും ആയിട്ടില്ല.
അതൊക്കെ അവന്മാരെ ഞാൻ തീർക്കും. നിന്റെ കാര്യം കഴിഞ്ഞു മോനെ. നഗരം മുഴുവൻ പോലീസുകാരെ കൊന്നോണ്ടിരിക്കുകയാണ്. ഈ പ്ലാൻ എന്താ? പ്ലെയിൻ പിടിക്കാൻ പോകണം. മനസ്സിലാക്കി കളഞ്ഞല്ലോ. അതെ, ഒരു ദിവസം നീ എന്നോട് നന്ദി പറയേണ്ടി വരും. സോറി, ഒരു കാര്യം മറന്നുപോയി. എവിടേക്ക്? സ്വീറ്റ്. എവിടെ? നിക്കണതായ എവിടെ? കള്ളനായ, നിന്നെ ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. ഫയർ എഞ്ചിനിട്ട് പിടിവെക്കാതെ മണ്ട. വിറയിൽ പോലീസുണ്ട്, അവന്മാരെല്ലാം തീർക്കേ. രക്ഷിക്കണേ. CJ ഒന്നും ചെയ്യണ്ട. അവൻ ഏകദേശം മരിച്ചു കഴിഞ്ഞു. ആക്സിഡന്റിൽ മരിച്ചു. വെറുതെ നമ്മൾ ഇതിലുണ്ട്. അങ്ങനെ എല്ലാ അവസാനം കഴിഞ്ഞു. സ്മോക്കിന്റെ ഒരു എന്തായി? സ്മോക്കിന് എന്തോ പറ്റിയെന്ന് അറിയാമല്ലോ. അവൻ വരുത്തി വെച്ചതിന്റെ എല്ലാം അവന് കിട്ടും. പിന്നെ കണടാ നായേ.